അബ്ദുൽ നാസർ മഅദനി അദ്ദേഹം തെറ്റുകാരനാണെന്ന് ഒരു കോടതിയും വിധിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം 20 വർഷം ജയിലിൽ കിടന്നെന്തുകൊണ്ടാണ്? ഈ ഫാസിസത്തെ എതിർത്തുകൊണ്ടാണ്. അപ്പം മുസ്ലിം അതുപോലെ തന്നെ എത്രയോ ചെറുപ്പക്കാർ ഇപ്പൊ കണ്ടില്ലേ, മറ്റേ പാനായിക്കുളം കേസിൽ വെറുതെ വിടപ്പെട്ട് സുപ്രീം കോടതി പോലും കുറ്റവിമുക്തനാക്കിയ നമ്മുടെ അയൽപക്കക്കാരനായ കുഞ്ഞുണ്ണിക്കരക്കാരൻ നിസാമെന്നല്ല ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ വെറുതെ വേട്ടയാടുകയാണ്. എന്നാൽ നമുക്കറിയാം കളമശ്ശേരി ബോംബ് സ്ഫോടനത്തിൽ നിന്ന് നേരെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് പോലീസ് എത്തിയത്. 8 മനുഷ്യർ മരണപ്പെട്ടിരിക്കുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ഭീകരാക്രമണം നടന്നിട്ട് അതൊരു ഭീകരാക്രമണമെന്ന് ചർച്ച ചെയ്യാൻ പോലും ഇവിടെ മീഡിയ തയ്യാറല്ല. അമേരിക്ക യേശുവിന്റെയും യഹോവയുടെയും ശത്രുവാണ്. ഇസ്രയേൽ യഹോവയുടെയും മോസസിന്റെയും ശത്രുവാണ്. അതിന് ബൈബിൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ധാരാളം തെളിവുകളുണ്ട് ബൈബിൾ നമുക്ക്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഹിന്ദുത്വ എന്ന് പറയുന്ന ഫാസിസ്റ്റുകൾ ഹിന്ദു മതത്തിന്റെ ആചാര്യന്മാർ ശ്രീകൃഷ്ണന്റെ, ശ്രീരാമന്റെ, അവരുടെ വേദഗ്രന്ഥങ്ങളുടെ ഒക്കെ ശത്രുക്കളാണ്. അവരെ യഥാർത്ഥത്തിൽ ഈ ക്രിസ്ത്യൻ ടെററിസത്താൽ മാത്രം സ്വാധീനിക്കപ്പെട്ടവരാണ്. അവരെ നമുക്കറിയാവുന്നതുപോലെ ഹിറ്റ്ലർ ഒരു നാസി ക്രിസ്ത്യനായിരുന്നു. വംശീയ മേധാവിത്വത്തിന്റെ പേരിൽ ഒരു വിഭാഗത്തെ വംശീയമായി ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച ഒരു ക്രിസ്ത്യൻ ഭീകരനായിരുന്നു. അയാളുടെ നെഞ്ചിൽ കുരിശു തൂങ്ങുമായിരുന്നു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ള ചില പുസ്തകങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ക്രിസ്ത്യൻ ഭീകരതയാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ RSSന്റെ ആചാര്യന്മാരുടെ പ്രചോദനമെന്ന് അവർ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്, അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ അതുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഇത് വന്നത്? ഹിന്ദുക്കൾക്ക് ഒരു ക്രിസ്ത്യൻ ഭീകരൻ പ്രചോദനമാവുക എന്ന് പറഞ്ഞാൽ അവിടെ ശ്രീകൃഷ്ണനോ ശ്രീരാമനോ ഭഗവാനോ ഒന്നും അവരുടെ പ്രചോദനം. അപ്പൊ ദൈവവിരുദ്ധ ശക്തികളാണ്. DK ശ്രീകുമാർ കർണാടകയിൽ എടുത്ത ഒരു സ്റ്റാൻഡാണ് രാഹുലിനൊപ്പം നിന്നുകൊണ്ട് മതേതരത്വത്തിന് നിലപാടെടുത്തുകൊണ്ടായ ഗുണം കണ്ടു. അതുപോലെ തന്നെ കളമശ്ശേരി സംഭവത്തിൽ ഒരു ദുബൈയിൽ നിന്നുള്ള ഫോൺ കോള് ഇത് ഒറ്റയ്ക്ക് നടത്തുമോ, അതെല്ലാം മുസ്ലിമീങ്ങളെ അറസ്റ്റ് ചെയ്ത് മുസ്ലിം ഒരു പ്രശ്നം സൃഷ്ടിച്ച പ്രശ്നമാണെന്ന് ഇയാൾ കുറ്റസമ്മതം നടത്തിയില്ലെങ്കിൽ മുസ്ലിം തലയിൽ ഇന്നും അതിന്റെ പാപഭാരം കിടന്നേനെ. ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് പോലും അത്തരത്തിൽ നീക്കം നടത്തി. അത് പിണറായി പറഞ്ഞിട്ടാണ് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പോലീസിലും ഒരു സ്ലീപ്പ് സെല്ലോടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പിണറായിയുടെ ശക്തമായ ഒരു ഇടപെടൽ, ഐ ആം ഹിയർ എന്നുള്ള നിലയിൽ ഇടപെടൽ കൊണ്ട് ആ സംഗതിയെ ദിശ മാറ്റിവിടാനെങ്കിലും കഴിയും. ഈ വർത്തമാനകാല ഇന്ത്യയിൽ, ഭാരതത്തിൽ മുസ്ലിങ്ങൾ എന്തെങ്കിലും അവർക്ക് മാത്രം സവിശേഷമായ പ്രശ്നങ്ങളോ അവർക്ക് മാത്രം സവിശേഷമായ വ്യാകുലതകളോ പ്രതിസന്ധികളോ ഉണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? താങ്കളുടെ അഭിപ്രായം മാത്രമല്ല, താങ്കൾ സമുദായത്തിലുള്ളവരുമായിട്ട് ഇടപഴകുന്ന ആ അനുഭവത്തിൽ നിന്ന് അങ്ങനെ ഒരു 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 റീഡിങ് താങ്കൾക്ക് അങ്ങനെ ഉണ്ടോ? അതിനെക്കുറിച്ചാണ്. തീർച്ചയായും വർത്തമാനകാല ഇന്ത്യയിൽ മുസ്ലിം സമുദായ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടല്ലോ. അത് അനിഷേധ്യമായൊരു യാഥാർത്ഥ്യമാണ്. ആരും മറച്ചു വെച്ചാലും അത് നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. പക്ഷേ പ്രശ്നം തൽക്കാലം സവിശേഷമായി മുസ്ലിമുകളെ ബാധിക്കുന്നു വന്നാലും മൊത്തത്തിൽ രാജ്യത്തിൻ്റെ ദേശീയോത്ഗ്രഥന സ്വഭാവത്തെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ പൊതുവെ ദേശീയ തലത്തിൽ തന്നെ വലിയ അപകടകരമായ ഒരു പ്രവണതയാണ്. അത് മറ്റൊന്നുമല്ല, സമൂഹത്തിൽ ഇതുവരെ നമ്മുടെ രാജ്യത്ത് പ്രതിലോമ ശക്തികൾ പലതരത്തിലുള്ള അപകടങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. എപ്പോഴും ഏത് രാജ്യത്തും അങ്ങനെ ഉണ്ടാവുകയും ചെയ്യും. അപകടകാരികളുണ്ടാകും, അക്രമവാസനയുള്ളവരുണ്ടാകും, വിധ്വംസ ശക്തികളുണ്ടാകും, വർഗീയ ശക്തികളുണ്ടാകും. ഒക്കെ ഏതൊരു രാജ്യത്തും സ്വാഭാവികമാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും വലിയ ഒരു ജനസമൂഹം ജീവിക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ അത്തരം വൈവിധ്യങ്ങളും സ്വാഭാവികമാണ്. ജാതി മതവിഭാഗങ്ങൾ മറ്റു ലോകത്ത് എവിടെയും ഉള്ളതിനേക്കാൾ അധികം നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള വൈവിധ്യങ്ങളും അതിനിടയിലുണ്ടാകുന്ന വൈരുദ്ധ്യങ്ങളും സ്വാഭാവികമാണ്. പക്ഷെ അതൊക്കെ അതിൻ്റേതായ സമൂഹത്തിൻ്റെ താഴെ തട്ടിലോ അല്ലെങ്കിൽ ചില പ്രത്യേക സമൂഹത്തിൽ നിന്നൊക്കെ ഉയർന്നു വരികയും അത് സമൂഹത്തിലേക്ക് അപകടകരമായി മാറുമ്പോൾ സമൂഹം മൊത്തത്തിൽ അതിനെ പ്രതിരോധിക്കുകയും അതുപോലെ തന്നെ അധികാര കേന്ദ്രങ്ങൾ അതിനെ തടയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ കാലത്ത് നിലനിന്ന് വന്നത്. പക്ഷെ പുതിയ കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വിധ്വംസക പ്രവണതകളെയും, എല്ലാ വിഭാഗീയതകളെയും, എല്ലാ വർഗീയതകളെയും, എല്ലാ തീവ്രവാദപരവും ഭീകരവാദപരവുമായ പ്രവണതകളെയും ഭരണകൂടം പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളിടത്ത് രാജിവെച്ച് നൽകുന്നു എന്നുള്ളതാണ്. അതിന് പ്രത്യേകമായുള്ള കാരണം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ വിദേശ നയത്തിൽ തന്നെ ഉണ്ടായ മാറ്റങ്ങളാണ്. തികച്ചും സാമ്രാജ്യത്വത്തിൻ്റെയും മറ്റും ഒരു അടിമത്വം പേറുന്ന
വിദേശ നയമായി നമ്മുടെ വിദേശ നയം മാറി. പണ്ടൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ നയത്തിനൊരു അന്തസ്സുണ്ടായിരുന്നു. ഭരണാധികാരികൾക്ക് ലോകത്തെവിടെ ചെന്നാലും തല ഉയർത്തി നിൽക്കാൻ കഴിഞ്ഞത് അവരാർക്കും അടിമപ്പെടാതെയായിരുന്നു. ഇന്ത്യക്ക് തന്നെ ചേരിചേരാ രാഷ്ട്രങ്ങളുടെ തലവൻ എന്നുള്ള ഒരു സ്ഥാനമുണ്ടായിരുന്നുവല്ലോ. അന്ന് അമേരിക്കയും റഷ്യയും രണ്ട് ശക്തികളായി ചേരി തിരിഞ്ഞ് ലോകാധിപത്യത്തിന് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു മൂന്നാം ചേരി ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ സൃഷ്ടിച്ച് മൂന്നാം ലോക രാഷ്ട്രങ്ങളുടെ തലപ്പത്ത് ഇന്ത്യ പ്രതിഷ്ഠിക്കപ്പെട്ടത്. അപ്പോൾ ശാക്തിക ചേരികളുടെ ശക്തിക്ക് മുമ്പിൽ തലകുനിക്കില്ല, ധർമ്മത്തിനും നീതിക്കും മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ഒരു ധാർമ്മികതയുടെ അടിത്തറയുള്ള ഒരു വിദേശ നയം നമ്മൾ ഉയർത്തിപ്പിടിച്ചു. പക്ഷേ ഒരു ധാർമ്മികതയും യാലും നിയന്ത്രിക്കപ്പെടാത്ത ശക്തിയുടെയും അധികാരത്തിൻ്റെയും ആറ്റം ബോംബിൻ്റെയും മാത്രം ധാർമ്മികത അറിയുന്ന ആധുനിക സാമ്രാജ്യത്വ ശക്തികളുടെ നയങ്ങൾക്ക് പൂർണ്ണമായും വിധേയമായ ഒരു ഭരണകൂടം നമുക്ക് വന്നതോടുകൂടി നമ്മുടെ രാജ്യം തന്നെ ഇത്തരം അപകടകരമായ പ്രവണതകളെ നേരിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന കാഴ്ച കാണാൻ കഴിയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ രാജ്യത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം. അത് മുസ്ലിം സമുദായത്തിന് സവിശേഷമായ അപകടമാണോ എന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായത്തെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ്. കാരണം ആഗോളതലത്തിൽ തന്നെ ഒരു ഇസ്ലാമോ ഫോബിയ സംസ്കാരം വളർത്തിയെടുക്കുന്നതിൽ സാമ്രാജ്യത്വം വിജയിച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ ടെററിസ്റ്റ് ലോകക്രമം ഇന്ന് രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട സോവിയറ്റ് റഷ്യയുടെയും കമ്മ്യൂണിസ്റ്റ് ചേരിയുടെയും തിരോധാനത്തിന് ശേഷം അവർക്ക് മുമ്പിൽ അവർ കാണുന്ന ഏറ്റവും വലിയൊരു ഭീഷണി 55-ഓളം മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നതുകൊണ്ട് ഒരു ഇസ്ലാമിക ഏകീകൃത രാഷ്ട്ര സമൂഹമായി രൂപാന്തരപ്പെട്ടാൽ ക്രൈസ്തവാധിപത്യത്തിന് അത് ഭീഷണിയാകുമോ എന്ന് വിചാരിക്കുന്ന പൊളിറ്റിക്കൽ ടെററിസം, ക്രൈസ്തവതയുടെ ആത്മീയതയല്ല, അത് നമുക്ക് കുറ്റം പറയാൻ കഴിയുന്നതല്ല. ക്രിസ്ത്യാനിറ്റി എല്ലാ മതത്തെയും രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ആയുധമാക്കുന്നവർ എല്ലാ മതവിഭാഗങ്ങളിലും കാണും. അതിപ്പോൾ ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ക്രിസ്ത്യാനിറ്റിക്ക് പൊളിറ്റിക്കൽ ടെററിസത്തിൻ്റെ ഒരായുധമാക്കി ഉപയോഗിക്കുന്നത് അമേരിക്ക നേതൃത്വം നൽകുന്ന, ബ്രിട്ടൻ നേതൃത്വം നൽകുന്ന, ഫ്രാൻസും ഒക്കെ കൂടി ചേരുന്ന ഒരു ചേരിയാണ്. ആ ചേരിയുടെ അതായത് ക്രൈസ്തവ ഭൂരിപക്ഷ രാഷ്ട്രങ്ങൾ അവർ ഒരു ക്രിസ്ത്യാനിറ്റിയെ മുമ്പിൽ വെച്ചുകൊണ്ട് ആണ് ഉയരാൻ ശ്രമിക്കുന്നത്. മറ്റൊരു മതവിഭാഗങ്ങളെയും അവരുടേതായ വെള്ള വംശീയ വിഭാഗങ്ങളെയും ഒക്കെ എതിരായ അത് അപ്പുറത്തുള്ള ജനവിഭാഗങ്ങളെ ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരുതരം വംശീയ ശക്തികളാണ് ഇവരൊക്കെ. അപ്പോൾ ആ വംശീയതയ്ക്ക് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. അതുപോലെ തന്നെ അവർക്ക് മതകീയതയ്ക്ക്, മതഭ്രാന്തിന് ഈ രണ്ട് വലിയ പങ്കുണ്ട്. അത് ലോകശക്തികളെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ലോകത്തിൻ്റെ പൊതുപ്രശ്നമാണത്. ഇന്നിപ്പോൾ രാജ്യത്തുണ്ടായിരിക്കുന്ന ഈ പ്രവണതകൾ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് മാത്രം സ്വയം വളർന്നുണ്ടായ ഒരു സംഗതിയല്ല, ആഗോള സാഹചര്യങ്ങളുടെ കൂടി സൃഷ്ടിയും ഉപസൃഷ്ടിയുമൊക്കെയാണിത്. അപ്പോൾ അത് വന്ന് അവർക്ക് ഇസ്ലാം ഒരു ശത്രുവാണ് എന്ന് ലോകത്ത് പ്രചരിപ്പിക്കുകയും അവർക്ക് വഴങ്ങുന്ന വിധത്തിൽ മാധ്യമങ്ങളെ ഉപയോഗിക്കുകയും ആ മാധ്യമങ്ങൾ അവരുടെ പ്രചാരകരായി മാറുകയും ചെയ്തതോടെ ഇസ്ലാമോ ഫോബിയ ലോകത്ത് വ്യാപിച്ചു. ഇസ്ലാമോ ഫോബിയയുടെ പ്രചാരകരായി അമേരിക്കൻ, യൂറോപ്യൻ രാജ്യങ്ങൾ പൂർണ്ണമായും, ഇസ്രായേൽ പിന്നെ സ്വാഭാവിക അതിൻ്റെ ഭാഗമാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമല്ല, അമേരിക്കയുടെ ഒരു വളർത്തുപുത്തിരി മാത്രമാണല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഇസ്ലാം ഒരു വലിയൊരു രാഷ്ട്രീയ ഭൂമികയെ നിയന്ത്രിക്കുന്ന ഒരു സമൂഹമാണല്ലോ ഇസ്ലാം, അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ. അത് ഇസ്ലാം ആകുമോ എന്ന് അവർക്ക് പേടിയുണ്ട്. കാരണം മുസ്ലിമീങ്ങൾ അവർക്ക് വശംവദരായെന്ന് വരും, മുസ്ലിം ഭരണാധികാരി. പക്ഷെ ഇസ്ലാം അതിന് വശംവദമാവുകയില്ല. ഇസ്ലാം വംശീയതയ്ക്ക് വശംവദമാവില്ല, ഇസ്ലാം ഭീകരതയ്ക്ക് വശംവദമാവില്ല. മുസ്ലിമീങ്ങൾ ഇതിനെല്ലാം വേണ്ടി ഉപയോഗിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കും. ഇപ്പോൾ അവരതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗോളതലത്തിൽ ജനാധിപത്യമാണ് ലോക ഭരണക്രമം എന്ന രാഷ്ട്രീയ ക്രമം എന്നൊക്കെ വെറുതെ അവകാശപ്പെടുമ്പോഴും ഈ സാമ്രാജ്യത്വ ശക്തികൾ, അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യ ശക്തികൾ തഴുകി താലോലിച്ച് പോറ്റി വളർത്തുന്നത് രാജഭരണകൂടങ്ങളെയാണ്, ജനാധിപത്യ വിരുദ്ധമായ രാജഭരണങ്ങളെയാണ് മുസ്ലിം രാജ്യങ്ങളെന്ന് ശ്രദ്ധിക്കണം. മറ്റൊരിടത്തും ഇല്ലാത്ത വിധം മുസ്ലിം രാജ്യങ്ങളിൽ രാജഭരണത്തെ താലോലിക്കാൻ കാരണം എന്താ? ജനാഭിലാഷത്തെ അടിച്ചമർത്തുന്ന ആളുകളെയാണ് അവിടെ വേണ്ടതെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അവർ അത് ഭയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെയാണ്. ഇവർ വംശീയതയെ ലോകത്ത് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നു, അതുപോലെ വർഗീയതയെ വ്യാപിപ്പിക്കുക, അവരുടേത് മാത്രമായ ഒരു
മതാധിപത്യത്തെ ലോകത്ത് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിന് ഇസ്ലാം ഭീഷണിയായിരിക്കും. വംശീയതയ്ക്കും എതിരാവും, മതാധിപത്യത്തിനും ഇസ്ലാം എതിരാവും. മുസ്ലിം ഭരണാധികാരികൾ അവർക്ക് അനുകൂലമായി ഉപയോഗിക്കാൻ പറ്റും. പലയിടത്തും നടക്കുന്നുണ്ട്, ഈജിപ്തിൽ നടക്കുന്നുണ്ട്, മറ്റു പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഈ പറയുന്ന അവരുടെ അണ്ടറിലുള്ള മുഴുവൻ രാജ്യങ്ങളും നാമധാരികളായ മുസ്ലിമീങ്ങളാണെങ്കിലും അവരെ പോലെ ജനങ്ങളെ അവരുടെ ഒരു പ്രൊട്ടസ്റ്റിനോ ഒരു എന്തെങ്കിലും ഒരു പ്രകടനങ്ങൾക്കോ ഒന്നും സ്വാതന്ത്ര്യമില്ലാത്ത, തെരഞ്ഞെടുപ്പ് അവകാശം പോലും ഇല്ലാത്ത നിലയിൽ ജനങ്ങളെ അടിച്ചമർത്തുന്ന ആളുകളെല്ലാം അവരുടെ കൈവശം വെച്ചേക്കുക. അപ്പോൾ അവർ ഭയപ്പെടുന്ന യഥാർത്ഥത്തിൽ ഇസ്ലാമിനെയാണ്. അതിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ആ ഇസ്ലാമോഫോബിയയെ അവരുടെ കൂടി പിന്തുണയോടുകൂടി ഒരു നൂറ്റാണ്ടായി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണ് ഇന്ന് അധികാരത്തിലുള്ളതെന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യം. നമ്മൾ ഇന്ത്യയുടെ സാഹചര്യത്തിൽ നിന്ന് തുടങ്ങുകയല്ല ചെയ്യുന്നത്. ഞാൻ ആ നിലയിൽ ചേർത്ത് വായിച്ച അതുകൊണ്ടാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഭരിക്കുന്ന ഫാസിസ്റ്റുകൾ എന്ന് പറയുന്ന RSS നിയന്ത്രിത ഫാസിസ്റ്റുകളാണ്. RSSകാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ എല്ലാം ഒരു പൊതു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരാണ് മതത്തിന്റെ പേര് പറയും. മതത്തിന്റെ പേര് പറഞ്ഞ് കളി കളിക്കുന്നവർക്കൊന്നും മതമില്ല. ഒന്നാമത് അവർ മതവിരുദ്ധരാണ്. അവരുടെ മതത്തിന്റെ ശത്രുക്കളാണ്, അവരുടെ മതാചാര്യന്മാരുടെയും ശത്രുക്കളാണ്, അവരുടെ ദൈവത്തിന്റെയും ശത്രുക്കളാണ്. അമേരിക്ക യേശുവിന്റെയും യഹോവയുടെയും ശത്രുവാണ്. ഇസ്രയേൽ യഹോവയുടെയും മോസസിന്റെയും ശത്രുവാണ്. അതിന് ബൈബിൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ധാരാളം തെളിവുകളുണ്ട് ബൈബിൾ നമുക്ക്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഹിന്ദുത്വ എന്ന് പറയുന്ന ഫാസിസ്റ്റുകൾ ഹിന്ദു മതത്തിന്റെ ആചാര്യന്മാർ, ശ്രീകൃഷ്ണന്റെ, ശ്രീരാമന്റെ, അവരുടെ വേദഗ്രന്ഥങ്ങളുടെ ഒക്കെ ശത്രുക്കളാണ്. അവരെ യഥാർത്ഥത്തിൽ ഈ ക്രിസ്ത്യൻ ടെററിസത്താൽ മാത്രം സ്വാധീനിക്കപ്പെട്ടവരാണ്. അവരെ നമുക്കറിയാവുന്നതുപോലെ ഹിറ്റ്ലർ ഒരു നാസി ക്രിസ്ത്യനായിരുന്നു. വംശീയ മേധാവിത്വത്തിന്റെ പേരിൽ ഒരു വിഭാഗത്തെ വംശീയമായി ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച ഒരു ക്രിസ്ത്യൻ ഭീകരനായിരുന്നു. അയാളുടെ നെഞ്ചിൽ കുരിശു തൂങ്ങുമായിരുന്നു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ള ചില പുസ്തകങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ക്രിസ്ത്യൻ ഭീകരതയാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ RSSന്റെ ആചാര്യന്മാരുടെ പ്രചോദനമെന്ന് അവർ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്, അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ അതുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഇത് വന്നത്? ഹിന്ദുക്കൾക്ക് ഒരു ക്രിസ്ത്യൻ ഭീകരൻ പ്രചോദനമാവുക എന്ന് പറഞ്ഞാൽ അവിടെ ശ്രീകൃഷ്ണനോ ശ്രീരാമനോ ഭഗവാനോ ഒന്നും അവരുടെ പ്രചോദനം. അപ്പം ദൈവവിരുദ്ധ ശക്തികളാണ് ഇവർ, മതവിരുദ്ധ ശക്തികളാണ് ഇവർ. മതമില്ലാത്തവരെല്ലാം അങ്ങനെ ആകണമെന്നില്ല, പക്ഷെ മതമുണ്ടെന്ന് പറയുകയും മതത്തെ വലിച്ചെറിയുകയും ചെയ്യുന്ന കപടന്മാരാണ് ഇവർ. മനസ്സിലായി? അങ്ങനെ അവര് സത്യത്തിൽ ആ ഇസ്ലാമോഫോബിയ ഇന്ത്യയിൽ പ്രചരിപ്പിക്കുകയും അവർക്ക് ഇതേ ഭയം തന്നെ ഉണ്ട്. ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ നല്ലൊരു ഭൂരിപക്ഷമാണല്ലോ. ആ ഭൂരിപക്ഷം നഷ്ടപ്പെടുത്തി മുസ്ലിമീങ്ങളെ ശിഥിലീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ വിഭജനം, സ്വാതന്ത്ര്യം ഒരുമിച്ച് നിന്ന് ചോദിച്ച ജനത്തിന് വിഭജിച്ചു സ്വാതന്ത്ര്യം കൊടുത്തല്ലോ. അവിടെ തുടങ്ങിയതാണ് ഈ പ്രശ്നം. അത് ബ്രിട്ടീഷുകാരാണ്, ക്രിസ്ത്യൻ ഭീകരതയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അവർക്ക് ബ്രിട്ടീഷ് അമേരിക്കൻ ക്രിസ്ത്യൻ ഭീകരതയ്ക്ക് ഏത് വിഭാഗത്തെയും മേഖലകളെയും അടക്കി ഭരിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ വ്യത്യസ്ത ജനവിഭാഗങ്ങളെ ഭിന്നിപ്പിക്കാൻ ഏറ്റവും നല്ലത് മതമാണ്. അങ്ങനെയാണ് നമ്മുടെ ഇവിടെ കാശ്മീർ ഉണ്ടായത്. വിഭജനത്തോടനുബന്ധിച്ച് ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നമായിട്ട് കാശ്മീർ വന്നു. അതുപോലെ തന്നെ മധ്യേഷ്യയിൽ മുസ്ലിമീങ്ങൾ ധാരാളമുണ്ട്. അപ്പം അപ്പുറത്തുള്ള ഒരു മതവിഭാഗത്തെ ജൂതരെ കൂട്ടുപിടിച്ചാണ് സത്യത്തിൽ. ജൂതരുടെ താല്പര്യമാണ് ഇവിടെ നടപ്പാക്കപ്പെടുന്നതെന്ന് പറയാൻ പറ്റില്ല. ജൂതൻ അങ്ങനെ ഒരു താല്പര്യമില്ല. ഈ ജൂതരും യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ ഭീകരരുടെ ഭാഗമാണ്. ഈ ഇസ്രയേലിന്റെ ടെററിസം എന്ന് പറയുന്നതും അതും യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ ടെററിസത്തിന്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ ജൂത ഭീകരത എന്ന് എല്ലാവരും പെട്ടെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിറ്റിയെ മാറ്റി നിർത്തിയാണ്. ക്രിസ്ത്യൻ ടെററിസത്തിന്റെ ഭാഗമാണ് ജൂത ഭീകരത. ഇതൊന്നും ആരും പറയാറില്ല, എല്ലാവർക്കും അറിയാം. താങ്കൾ പറഞ്ഞ വേർതിരിയൽ, അതായത് ഭരണകൂടങ്ങൾ, ഇസ്ലാമിക രാഷ്ട്രങ്ങളിലുള്ള ഭരണകൂടങ്ങളും ഇസ്ലാമിക ജനതയും തമ്മിൽ അത് പറഞ്ഞത് കാര്യം അതൊരു പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷനാണ്. കാര്യം ഇവിടെ പലപ്പോഴും പ്രധാനമന്ത്രിയുടെ അനുയായികൾ പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ചില ഓപ്പോസിഷനും മറ്റു ചില മാധ്യമങ്ങളും അദ്ദേഹത്തെ ഒരു മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കുന്നത്. എന്നാൽ നിങ്ങൾ പുറത്തു നോക്കും, ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇത്രയും പോപ്പുലാരിറ്റി ഉള്ള ഒരു ഇന്ത്യൻ നേതാവിനും ഉണ്ടായിട്ടില്ല. അപ്പോൾ താങ്കൾ പറഞ്ഞത് ഭരണകൂടങ്ങൾക്കെതിരെയുള്ള ഒരു പോപ്പുലാരിറ്റി ഒരു ജനങ്ങളുടേതായിട്ട് കണക്കാക്കാൻ പാടില്ല. അതാണ് വളരെ കറക്റ്റ്. അതായത് ഈ മുസ്ലിമീങ്ങൾക്കെതിരെ അവരുടെ പള്ളി പൊളിച്ച ഒരു ശക്തിയെ മുസ്ലിം രാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? മുസ്ലിം പള്ളി പൊളിക്കാൻ അനുവദിച്ചു എന്നാണല്ലോ. അത് അമേരിക്കയുടെ ആ പ്രഷറിന് വിധേയമാകുന്ന ജനാധിപത്യ വിരുദ്ധരായ ജനവിരുദ്ധരായ ഭരണാധികാരികളെല്ലാം ഇവരുടെ കൂടെയാണ്. അത് നമുക്ക് ഒരിക്കലും ഒരു സപ്പോർട്ടായിട്ട് എടുക്കാൻ പറ്റില്ല. അവരൊന്ന് തെരഞ്ഞെടുപ്പിന് വേണ്ടി ജനാഭിലാഷത്തിന് വേണ്ടിയിട്ട് ഒരു ജനാധിപത്യത്തിന് വേണ്ടി വാതിൽ തുറക്കട്ടെ, അപ്പൊ കാണാം ആ രാജ്യങ്ങളിൽ ജനാധിപത്യം നടന്ന രാജ്യങ്ങളിലെ ഭരണകർത്താക്കളൊക്കെ വ്യത്യസ്തരാണ്. തുർക്കി വ്യത്യസ്തമാണ്. തുർക്കി രാജ്യത്തിന്റെ നിലപാടിനെതിരാണ്, ഈ ഭരണാധികാരികളുടെ നിലപാടിനെതിരാണ്. അതുപോലെ തന്നെ അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച
മുഹമ്മദ് മുർസി 2 പ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെട്ടു. ഒരു റഫറൻഡവും ഒരു തെരഞ്ഞെടുപ്പ് 60% വോട്ട് നേടിയ പട്ടാള അട്ടിമറിയിലൂടെ അയാൾ അമേരിക്കയുടെ പിന്തുണയോടെ അകത്താക്കി. ആ മുർസി ഈ നിലപാടിനെതിരായിരുന്നു. ഇറാൻ ഇതുമായിട്ട് ഇത് മുസ്ലിം സമൂഹത്തിൽ വ്യത്യസ്ത ചേരിയാണെങ്കിലും ഇറാനിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇറാൻ അമേരിക്കയുടെ താല്പര്യത്തിനെതിരാണ്. ഇന്ത്യയുമായിട്ട് ഇപ്പോൾ അതിനകത്ത് എന്താ ഇപ്പം നടക്കുന്നത് നമുക്കറിയില്ല. നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ മിത്രങ്ങളായി ഈ രാജ്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ മുസ്ലിം വിരുദ്ധമായ ഒരു നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചിട്ട് ഞങ്ങൾക്ക് മുസ്ലിം രാഷ്ട്രങ്ങൾ പിന്തുണയാണെന്ന് പറഞ്ഞാൽ ഈ ജനാധിപത്യ വിരുദ്ധ ഭരണാധികാരികൾ മാത്രം അമേരിക്കൻ സമ്മർദ്ദത്തിന് വശംവദരായി ചെയ്യുന്നതാണ്. അപ്പൊ അതാണത്. അപ്പൊ ഇന്ത്യയിൽ ശത്രുത ഉണ്ടോന്ന് ചോദിച്ചാൽ അവർ പള്ളി പൊളിക്കുന്നു. എന്നിട്ട് പള്ളി പൊളിച്ചത് എന്നെ 25 വർഷം വെച്ച് ബന്ധിപ്പിക്കുന്നു. കോടതിക്ക് വിധി പറയാൻ കഴിയുകയില്ല എന്നൊരു സാഹചര്യത്തിൽ മാധ്യസ്ഥത്തിലേക്ക് കൊണ്ടുപോകാൻ കോടതി പോലും ശ്രമിക്കുന്നു. അത് നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ലോജിക്കിനും ചേരാത്ത വിധത്തിൽ കോടതി വിധി പറയുന്നു, അഥവാ വിധി പറയാൻ നിർബന്ധിതരാകുന്നു. സുപ്രീം കോടതിയിൽ പോലും ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്ന് 4 ജഡ്ജിമാർ മുറ്റത്തിറങ്ങി പത്രസമ്മേളനം നടത്തുന്നു. 4 സുപ്രീം കോടതി ജഡ്ജിമാരാണെന്ന് ഓർക്കണം. ഇതൊക്കെ വെറുതെ പറയുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പോ ഇത് എന്താണ് ഇവരെ ഉദ്ദേശിക്കുന്നത്? അവരുടെ പ്രത്യേകമായ ചില അജണ്ടകൾ ഇവിടെ എല്ലാ ജനാഭിലാഷത്തിനെയും കോടതികളെ പോലും കീഴ്പ്പെടുത്തിക്കൊണ്ട് നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരപകടം. ഇതിന്റെ ഒക്കെ പിന്നിൽ ഇതിനൊരു ഒരു പ്രതിരോധം ആകുമെന്ന് അവർ ഭയപ്പെടുന്നത് ഇസ്ലാമിക സമൂഹത്തെയാണ്. അത് ഇവിടെ സത്യത്തിൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ആളുകളുടേത് പോലും മാത്രമായ അജണ്ട അല്ലെന്ന് ഞാൻ പറയുന്നത്. സാമ്രാജ്യത്വ അജണ്ടയ്ക്ക് ഇന്ത്യൻ ഭരണാധികാരികൾ വശംവദരായതിന്റെ ദുരന്തമാണ് ഇന്ത്യൻ മുസ്ലിങ്ങളെ. സാമ്രാജ്യത്വത്തിന്റെ അജണ്ടയും ഇസ്ലാമോഫോബിക്കാണ്, മുസ്ലിം വിരുദ്ധമാണ്. അതേ അജണ്ട ഇന്ത്യൻ ഭരണാധികാരികൾക്ക് മുമ്പില്ലായിരുന്നത് കൊണ്ട് നമ്മൾ സുരക്ഷിതരായിരുന്നു. ആ സുരക്ഷിതത്വം ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് സാമ്രാജ്യത്വ അജണ്ടയ്ക്ക് ഭരണാധികാരികൾ വശംവദരായതോടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണോ മുസ്ലിം ലോകത്തെ അവർ തകർക്കുന്നത്, ഇറാഖിനെ, അഫ്ഗാനെ, അതുപോലെ തന്നെ സിറിയയെ, മറ്റു ലോകരാഷ്ട്രങ്ങളെ, ബോസ്നിയയെ ഒക്കെ അവരുടെ കൺമുമ്പിൽ അവരുടെ അനുമതിയോടെ ഇപ്പോൾ ഫലസ്തീനെ ഒക്കെ തകർത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ മുസ്ലിമീങ്ങളെ തകർക്കാനുള്ള ഓരോരോ അജണ്ടകളും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ രക്ഷിതാവസ്ഥ ശരിക്കും മുസ്ലിം സമുദായം പ്രത്യേകമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തകർക്കപ്പെടേണ്ട അവരുടെ ലക്ഷ്യത്തിന് വിഘാതമാകാൻ സാധ്യത ഉള്ളവരെ ആദ്യം ടാർഗറ്റ് ചെയ്ത് തകർക്കുക എന്നുള്ളതാണ്. അതോടുകൂടി പിന്നെ ഇത് ചെറു പരൽമീനുകളാണ്. കൊമ്പൻസറാവുകളാകാൻ സാധ്യതയെങ്കിലും ഉള്ളതിനെ ഇല്ലാതാക്കിയാൽ പിന്നെ പരൽമീനുകളെ തകർക്കുക എന്ന് പറയുന്നത് അനായാസമാണ്. അവരെ വെറുതെ വിടുകയില്ല എന്ന് മണിപ്പൂരിൽ തെളിയിച്ചല്ലോ. അവര് ചെറിയൊരു ടാർഗറ്റ് മാത്രമാണ്. അവരമേരിക്കയ്ക്ക് ഒരു പ്രശ്നമല്ല. മണിപ്പൂരിൽ ചെയ്ത ഈ പ്രശ്നം മതപരമായി അമേരിക്കയ്ക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മണിപ്പൂരിൽ ചെയ്തത് തെറ്റാന്ന് പറയണ്ടേ? അമേരിക്കയുടെ പ്രിയങ്കരനാണെന്ന് പറയുന്ന പ്രധാനമന്ത്രി അവരുടെ മതവിഭാഗമായ മണിപ്പൂരിലെ ക്രിസ്ത്യാനികളോട് ക്രൂരത കാണിച്ചിട്ട് മാസങ്ങളായി തുറന്നതിന് എതിർത്തൊരു വാക്കുപോലും പറയാത്ത പ്രധാനമന്ത്രിയെ തിരുത്തണ്ടേ? അപ്പൊ യഥാർത്ഥത്തിൽ അമേരിക്കയും മതവിരുദ്ധരാണ്, ക്രിസ്ത്യാനികളുടെ ആളെ അല്ലെന്ന് ഞാൻ പറയുന്നതിനെ സാധൂകരിക്കുകയാണത്. അവർക്കൊന്നും ക്രിസ്ത്യാനിയുടെ ശത്രുവാണത്. ഇവിടെ ജൂതൻ യഥാർത്ഥത്തിൽ ഇസ്രായേൽ യഥാർത്ഥത്തിൽ യഹൂദികളുടെ ശത്രുവാണ്, അവരുടെ ദൈവത്തിന്റെയും പ്രവാചകന്മാരുടെയും ശത്രുവാണ്. ഈ മുസ്ലിമീം ഭരണാധികാരികൾ ഇവർക്ക് കൂട്ടുനിൽക്കുന്നവർ ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും ശത്രുക്കളാണ്. യഥാർത്ഥത്തിൽ ലോകത്തെമ്പാടുമുള്ള മതവിശ്വാസികൾ, ഇന്ത്യയിലുള്ള ഹിന്ദുവും ലോകത്തെമ്പാടുമുള്ള മുസ്ലിമീങ്ങളും അമേരിക്കയിലും യൂറോപ്യൻ നാടുകളും ഇസ്രായേലിലും അടക്കമുള്ള മതവിശ്വാസികളായ ഹിന്ദുക്കളും എല്ലാം യഥാർത്ഥത്തിൽ ഒരേ മനസ്സിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. പലസ്തീൻ പ്രശ്നത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇന്ത്യയിലെ പ്രശ്നമാണ് സാറ് ചോദിച്ചത്. ആ രക്ഷിതാവസ്ഥ മുസ്ലിം സമൂഹത്തിൽ ഉയർന്നു വരുന്ന എല്ലാ ഓർഗനൈസേഷനുകളെയും ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പം മുസ്ലിം സമുദായത്തിൽ നിന്ന് മാത്രമല്ല, ഇപ്പൊ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനുകൾക്ക് നേരെ വന്നല്ലോ. അദാനിയും മോഡിയും തമ്മിലുള്ള ബന്ധം ഏത് കൊച്ചുകുട്ടിക്കും പകൽ പോലെ അറിയാം. കൂട്ടത്തിൽ കൊണ്ടു നടക്കുക, ഒന്നുമല്ലാതിരുന്ന ഒരു മുതലാളി ലോകത്തെ 4ാം നമ്പർ ആവുക, 2ാം നമ്പറോ 4ാം നമ്പറോ ആവുക, കുതിച്ചങ്ങ് കയറുക, വിമാനത്താവളങ്ങൾ മുഴുവൻ, എയർപോർട്ടുകൾ മുഴുവൻ ഒരു മുതലാളിക്ക് സ്വന്തമാവുക. പ്രധാനമന്ത്രിയുടെ ഈ പോക്കും വരവിനും ഒരു മുതലാളി കൂടെ നിൽക്കുക. ഈ രാജ്യത്ത് ഒരു മുതലാളിയുള്ളൂ. ഒരു പ്രധാനമന്ത്രിക്ക് ഒരു മുതലാളി മാത്രം പ്രിയങ്കരനാകാൻ പോകുന്നത്. ഇത് എന്ത് ജനാധിപത്യമാണ് എന്ന് അടക്കമുള്ള മോഡി അദാനി പ്രശ്നത്തിൽ ഊന്നി ഒരു ചോദ്യം ചോദിച്ച ഉടനെ ഇന്ത്യയുടെ ഒരു വലിയ പ്രതീക്ഷയായ ഒരു യുവ നേതാവ് പാർലമെന്റിൽ നിമിഷം കൊണ്ടങ്ങ് പുറത്താക്കപ്പെടുകയാണ്. അതിപ്പം മുസ്ലിംങ്ങൾക്ക് സവിശേഷമാണോ എന്ന് ചോദിച്ചാൽ സവിശേഷമാകുന്നത് മതപരമായ രംഗത്ത്, പക്ഷെ രാഷ്ട്രീയമായ രംഗത്ത് അപ്പുറത്ത് അവരും സവിശേഷമായ ഭീഷണി അനുഭവിക്കുകയാണ്. അവരെ സപ്പോർട്ട് ചെയ്യാത്ത എല്ലാവരും ഭീഷണി അനുഭവിക്കുകയാണ്. ചുരുക്കത്തിൽ അവരുടെ അധികാരം ഉറപ്പിക്കാൻ വേണ്ടി അവരുപയോഗിക്കുന്ന മതജാതീയമായ അജണ്ടകൾക്കെതിരെ നിൽക്കുന്ന, അതിനൊപ്പം നിൽക്കാത്ത മുഴുവൻ ആളുകൾക്കും ഭീഷണിയാണ്. സവിശേഷമായ മുസ്ലിമീങ്ങളുടെ ഭീഷണിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതും ഒരു വശത്തുണ്ട്. ഇപ്പുറത്തും ഉണ്ടേ നമ്മളിപ്പോൾ കാണുക മഹുവ മൊയ്ത്ര. സത്യത്തിൽ ഇത്രയോ ക്രൂരതകൾ ഇവിടെ പ്രവർത്തിച്ചേക്കുന്നത്. രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ
പ്രതിമയുണ്ടാക്കി പരസ്യമായി വെടിവെച്ച് പ്രതീകാത്മകമായി വെടിവെച്ച് കൊന്നയാളെ പാർലമെന്റിൽ അയച്ച് MP ആക്കി അവരെയൊക്കെ കേസുകളിൽ നിന്ന് ഊരി രക്ഷപ്പെടുത്തുന്ന, അതുപോലെ തന്നെ അസിമാനന്ദയെ പോലുള്ള ബോംബ് സ്ഫോടനം താൻ നടത്തിയാണെന്ന് സ്വയം കുറ്റസംഭവം നടത്തിയ ആളെ കുറ്റവിമുക്തരാക്കുന്ന തരത്തിലുള്ള അപകടകാരികളെ രക്ഷപ്പെടുത്തുന്ന ഇവരാണ് കൊച്ചു കാര്യങ്ങൾ ചോദ്യത്തിന് കോഴ വാങ്ങിയെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പാർലമെന്റിൽ നിന്ന് പുറത്താക്കുന്നതെന്ന് ഓർക്കണം. ഇന്ത്യയുടെ ദേശീയ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ജനിക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയെ പോലുള്ള ആൾ പുറത്താക്കുന്നതെന്ന് ഓർക്കണം. അവരാരും പാർലമെന്റിൽ വേണ്ട, മോഡിക്കെതിരിൽ പറഞ്ഞു പോയതുകൊണ്ട്. ഗാന്ധിജിക്കെതിരിൽ പറഞ്ഞവരൊക്കെ പാർലമെന്റിലേക്ക് പോന്നോട്ടെ, രാഷ്ട്രപിതാവിനെതിരിൽ പറഞ്ഞവരൊക്കെ. ഇതെന്തൊരു ലോക്യമാണ്, എന്തൊരു രാജ്യമാണ്. അപ്പൊ ഭീഷണി സവിശേഷമായും മുസ്ലിമീങ്ങൾക്കാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ മുസ്ലിമീങ്ങൾ പ്രധാനമായും ഈ സമൂഹത്തിന്റെ വിവിധ അജണ്ടകൾക്കെതിരാണ്. അതൊരു ജാതീയതയുടെയും വർഗീയതയുടെയും ഭീകരതയുടെയും വംശീയതയുടെയും വക്താക്കളാണ്. ഇസ്ലാം ഒരിക്കലും അതിനോട് സന്ധി ചെയ്യില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരെല്ലാവരും എപ്പോഴും ഇസ്ലാമിനെ ടാർഗറ്റ് ചെയ്യും. യൂറോപ്യൻ അമേരിക്കൻ വംശീയവാദികളും ഇന്ത്യൻ വംശീയവാദികളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ RSS നിയന്ത്രിത ഭരണകൂടവും ആ ടാർഗറ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരതിനകത്ത് ഓർഗനൈസേഷനുകളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്, അവരുടെ വിള്ളൽ ഉണ്ടാക്കുന്നുണ്ട്, അവരെ ഭിന്നിപ്പിക്കുന്നു, എന്നിട്ട് ഒരു ചേരി അവർക്കൊപ്പമാക്കുന്നു. ഒക്കെ ഓരോന്ന് പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. എല്ലാവരും ഏതാണ്ട് മുസ്ലിം ഓർഗനൈസേഷനുകളിലെല്ലാം തന്നെ ഒരു 2 ചേരി രൂപപ്പെട്ടിട്ടുണ്ട്. മോഡിയെ സപ്പോർട്ട് ചെയ്യാൻ, നിലനിൽപ്പിന് വേണ്ടി മോഡിയെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ അവർക്കിടയിൽ വില കൊടുത്ത് വാങ്ങിയിരിക്കുക. നമ്മുടെ രാഷ്ട്രീയക്കാരിൽ തന്നെ പലരെ അറിയാവുന്ന വിലക്കെടുക്കുന്ന കിട്ടുന്ന ആളുകളെല്ലാം വിലക്കെടുത്ത് ഉള്ളിൽ വിള്ളൽ ഉണ്ടാക്കുക, കൂടെ നിൽക്കാത്ത ആളുകളെ ഭീഷണിപ്പെടുത്തുക. ED എന്ന് പറയുന്നത് ഇപ്പൊ ഇവരുടെ ശരിക്കും ഒരു മർദ്ദനോപാധിയായി മാറിയിരിക്കുകയാണ്, രാജ്യത്തിന്റെ ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഉപയോഗിക്കുകയാണ്. ഇത് ആർക്കാണ് അറിയാത്തത്? പകൽ വെളിച്ചം പോലെ. അപ്പൊ എന്നിട്ട് നിയമത്തിന്റെ പേരിലല്ലേ, കോടതിയല്ലേ പറയുന്നതെന്ന് ചോദിക്കും. കോടതിയുടെ ഗതി എന്താണെന്ന് 4 ജഡ്ജിമാർ പുറത്തിറങ്ങി പറഞ്ഞതാണ്. അപ്പൊ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും സമ്മർദ്ദങ്ങൾക്ക്. അതുപോലെ മുസ്ലിം സമുദായത്തിന്റെ ഓർഗനൈസേഷനുകളിൽ എന്തെങ്കിലും സജീവത കാണിക്കുന്നു, ഇപ്പൊ അവർ ചെയ്ത തെറ്റുകളെ തെറ്റാന്ന് പറയുന്ന, ഫാസിസത്തിനെതിരിൽ പറയുന്ന ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് ബാബരി മസ്ജിദ് പണിയണം എന്നവർ പറയും, മറ്റാരും പറഞ്ഞില്ലെങ്കിലും അവർ പറയും. അതുപോലെ തന്നെ ഇവരുടെ ഫാസിസ്റ്റ് അജണ്ട അംഗീകരിക്കില്ല എന്ന് പറയും. അവരെ ശക്തമായി എതിർത്താൽ ഉടനെ അവരെങ്ങ് നിരോധിച്ചു കളയുക. അബ്ദുൽ നാസർ മഅദനി അദ്ദേഹം തെറ്റുകാരനാണെന്ന് ഇതൊരു കോടതിയും വിധിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം 20 വർഷം ജയിലിൽ കിടന്നതുകൊണ്ടാണ് ഈ ഫാസിസത്തെ എതിർത്തുകൊണ്ടാണ്. അപ്പം മുസ്ലിം അതുപോലെ തന്നെ എത്രയോ ചെറുപ്പക്കാർ ഇപ്പൊ കണ്ടില്ലേ, മറ്റേ പാനായിക്കുളം കേസിൽ വെറുതെ വിടപ്പെട്ട് സുപ്രീം കോടതി പോലും കുറ്റവിമുക്തനാക്കിയ നമ്മുടെ അയൽപക്കക്കാരനായ കുഞ്ഞുണ്ണിക്കരക്കാരൻ നിസാമെന്നല്ല ആ ചെറുപ്പക്കാരനെ വെറുതെ വേട്ടയാടുകയാണ്. എന്നാൽ നമുക്കറിയാം കളമശ്ശേരി ബോംബ് സ്ഫോടനത്തിൽ നിന്ന് നേരെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് പോലീസ് എത്തിയത്. 8 മനുഷ്യർ മരണപ്പെട്ടിരിക്കുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ഭീകരാക്രമണം നടന്നിട്ട് അതൊരു ഭീകരാക്രമണമെന്ന് ചർച്ച ചെയ്യാൻ പോലും ഇവിടെ മീഡിയ തയ്യാറല്ല. കാരണം മോഡിയെ സുഖിപ്പിക്കുകയാണ്. ഇവിടെ ഭീകരാക്രമണം യഥാർത്ഥത്തിൽ നടന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതാണ്. മറ്റതൊക്കെ ആരോപണങ്ങളാണ്. പാനായിക്കുളം അത് ഇത്. കളമശ്ശേരിയിൽ പണ്ടൊരു ബസ് കത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ നാസർ മഅദനിയെ പ്രതികൂട്ടിലാക്കാൻ വേണ്ടി ഇവിടെ കാടടച്ച് മീഡിയകൾ ഇളക്കി മറിച്ചു. പക്ഷേ ഒരു ഉറുമ്പ് പോലും ചാകാത്ത ഒരു ബസ് കത്തിക്കലാണ് കേസ്. അതും തെറ്റ്, നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ 8 പേര് അതേ നാട്ടിൽ മരിച്ച സംഭവത്തിൽ ഒരു കാടിളക്ക പ്രചരണം ഇവിടെ മീഡിയകൾ നടത്തുന്നില്ല. ഇവരൊക്കെ മനുഷ്യരാണെന്ന് പറയാൻ കഴിയുമോ? എന്ത് മീഡിയ പ്രവർത്തനമാണ്? എന്ത് മനസാക്ഷിയും കൊണ്ട് നടക്കുകയാണ്? എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ അങ്ങനെ താങ്കൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? ഇപ്പൊ മാർട്ടിൻ അല്ല, വേറൊരു നാമധാരി, ഒരു ഇസ്ലാം നാമധാരിയ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇയാളുടെ 10 വർഷം മുമ്പ് ആരെയൊക്കെ കണ്ടു, ഏത് ഹോട്ടലിൽ പോയി ചായ കുടിച്ചു, ആരൊക്കെയാണ് അയാളുടെ സുഹൃത്തുക്കൾ, ഇങ്ങനെ ഒരു വളരെ വിപുലമായ രീതിയിൽ ഒരു ക്യാമ്പയിൻ നടക്കുമായിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ ഇത് മാർട്ടിൻ്റെ വീഡിയോയിൽ തന്നെ പറയുന്നത് രാജ്യത്തിന് വേണ്ടി ചെയ്തതാണ്. അങ്ങനെ നമുക്ക് വളരെ വളരെ അത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ആരാണ് ഈ ശക്തികൾ ഇദ്ദേഹത്തെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു, അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. അതിൻ്റെ ഒരു ചർച്ച കേരളത്തിലാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും മാധ്യമങ്ങൾ ഈ വിമുഖത കാണിക്കുന്നത്? മാധ്യമങ്ങളുടെ ഒരു പൊതു അജണ്ട എന്ന് പറയുന്നത് എപ്പോഴും ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലൊരു സാമ്രാജ്യത്വ സ്വാധീനം മീഡിയകൾക്ക് പൊതുവേ ഉണ്ട്, പണ്ടേ ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഈ അന്തർധാരയിൽ പൊതുസമൂഹത്തിൻ്റെ തന്നെയും അവരുടെ അന്തർധാരയിൽ ഒരു വംശീയതയുടെ ചേരുവയുണ്ട്, വർഗീയതയുടെയും ചേരുവയുണ്ട്. പക്ഷെ അത് പുറത്ത് എന്തോ ചില കാരണങ്ങളാൽ ഒരു മൂടപ്പെട്ട് കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിന്റെ വർഗീയത ഉള്ളിൽ ശരിക്കും കുത്തിനിറയ്ക്കപ്പെട്ട ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ ആഗോള ടെററിസത്തിന്റെ സ്വാധീനത്തിന് ഇവിടുത്തെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ സമീപകാലത്തായിട്ട് അധികം സ്വാധീനിക്കപ്പെട്ടിരിക്കുക. മുമ്പ് അങ്ങനെയല്ലായിരുന്നു, സൗഹാർദ്ദത്തോടെ നമ്മളത് കഴിഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഈ വംശീയവാദികളായ ജാതിവാദികളായ കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ, അവരുടെ ആസ്ഥാനങ്ങൾ ഈ
RSS ഭീകരതരെ ഇപ്പം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടായിരിക്കുന്നത്. കാരണം അവരുടെ ജാതിവാദത്തിന് അത് അനുകൂലമാണെന്നുള്ളതുകൊണ്ട്. പക്ഷെ ഇവരുടെ ഈ പ്രചോദനവും പ്രലോഭനവും കൂടി വന്നു കഴിഞ്ഞതോടുകൂടി അവരും ഇതിന് അനുകൂലമായി. അപ്പോൾ മുഖ്യധാരയെ പിന്തുണച്ച് നിൽക്കുന്ന ഒരു പ്രവണതയാണെന്ന് മാധ്യമം കാണിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ മാധ്യമങ്ങൾക്ക് അവരുടെ നിലനിൽപ്പിനും അവരുടെ സാമ്പത്തിക ലാഭത്തിനുമൊക്കെ ഈ മുഖ്യധാരയുടെ പിന്തുണ പ്രധാനമായതുകൊണ്ടായിരിക്കാം അതിന് വശംവദമാകുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർക്ക് മനസാക്ഷി ഇല്ല എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ ഉത്തരം. മനസാക്ഷി ഉണ്ടെങ്കിലും ഒന്നും ആകാൻ കഴിയില്ല. മനുഷ്യത്വം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, മനസാക്ഷി ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ക്ലിയർ ആയ ഉത്തരം. അതിന്റെ കാരണം എന്താ എന്നുള്ളത് നമുക്ക് പലതരത്തിൽ അതിന് വ്യാഖ്യാനിക്കാം. എല്ലാം സത്യത്തിൽ ആഗോള ഈ ക്രൈസ്തവ സാമ്രാജ്യത്വ ഭീകരതയുടെ ലോകം കീഴ്പ്പെടുത്തി തങ്ങളുടേത് വരുതിക്കാക്കാനും അവരെ എതിർക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ള മുഴുവൻ ശക്തികളെയും ആയുധം കൊണ്ട് തന്നെ തകർത്ത് തരിപ്പണമാക്കാനും അതിനു മുമ്പ് അവരെ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പിശാചവൽക്കരിച്ച് ടാർണിഷ് ചെയ്ത് അവരുടെ സ്വഭാവഹത്യ നടത്തിക്കൊണ്ട് അവരോടിനി എന്ത് അക്രമം ചെയ്താലും ആർക്കും ഒന്നും പറയാനുണ്ടാവില്ല, അവർ ഭീകരവാദികളെ കൊള്ളരുതാത്തവരെ തുടച്ചു നീക്കുകയാണെന്ന് വരുത്തി തീർക്കാനും വേണ്ടിയിട്ടുള്ള അവരുടെ അജണ്ടയ്ക്ക് മാധ്യമങ്ങൾ മനഃപൂർവ്വം കൂട്ടി നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്ക ആയുധം ഉപയോഗിക്കുന്നു, ഇവർ പേന ഉപയോഗിക്കുന്നു. അതേ ഭീകരാക്രമണം തന്നെയാണ് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടി. അവർ ഫണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ തന്നെ നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ടർ ചാനൽ അടക്കം അതൊക്കെ നിയന്ത്രിച്ച നികേഷ് കുമാർ എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു മതേതര മാധ്യമ പ്രവർത്തകനാണെന്ന് എല്ലാവരും വിലയിരുത്തിയ. ഇന്ന് അദ്ദേഹമാണോ വാസ്തവത്തില് മറ്റേ റിപ്പബ്ലിക് ചാനലിന്റെ മേധാവിയാണോ ഒന്നാം സ്ഥാനത്ത് മോഡിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി മത്സരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം ജനിപ്പിക്കുകയാണ്. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ വിലക്കെടുക്കുകയാണ്. അവർക്ക് ജീവിക്കണമെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് ഇപ്പൊ സാറ് മാധ്യമപ്രവർത്തകനാണ്, ആ രംഗത്ത് മുന്നോട്ട് പോയ ആളാ. ജീവിക്കണമെങ്കിൽ ഒപ്പം നിൽക്കണമെന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തെ മാറ്റി വെച്ചുകൊണ്ട് പോകാനും മാത്രം തന്റെ ഇടവും ആത്മധൈര്യവും മനസാക്ഷിയും ഒക്കെ ഉണ്ടാകണമെങ്കിൽ അത് വലിയ സാത്വികന്മാർക്ക് മാത്രമേ കഴിയൂ. പ്രൊഫഷനെ ബാധിക്കുക എന്നൊക്കെ പറയുമ്പോഴും മനസാക്ഷി എന്നാലും ഞാൻ വിൽക്കില്ല എന്നൊക്കെ പറയുന്ന സാത്വികതയിലേക്കൊന്നും എത്ര പേരെ നമുക്ക് വരുന്നുണ്ട്. ഈ സാമൂഹിക സാഹചര്യങ്ങൾ മനുഷ്യന്റെ നന്മയും സാത്വികതയൊക്കെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള ഉന്നത വ്യക്തിത്വങ്ങൾ അപൂർവമായിട്ട് ലോകത്തുണ്ടാകുള്ളൂ. എപ്പോഴും അങ്ങനെയാണല്ലോ. വലിയ മനസ്സിന്റെ ഉടമകൾ സമൂഹത്തിൽ വളരെ വിരലെണ്ണാവുന്നവർ മാത്രമാണല്ലോ എല്ലാ കാലത്തും. കാലത്തെ അതിജീവിക്കുന്ന മാധ്യമ പ്രവർത്തനം നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറയാൻ പറ്റും. കാലത്തിന്റെ മാധ്യമ പ്രവർത്തനം കാലം വളരെ ഭീകരമായി പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന് കാരണം. താങ്കൾക്ക് അറിയുമെന്നറിയില്ല, ഇന്ത്യയിൽ നമ്മൾ മെയിൻ സ്ട്രീം മുഖ്യധാര പത്രങ്ങൾ പ്രത്യേകിച്ച് പറയുന്ന നമ്മുടെ ന്യൂസ് റൂമുകളിൽ ഏറ്റവും കൂടുതൽ അഭാവമുള്ള ഒരു പ്രസൻസ് പറഞ്ഞാൽ മുസ്ലിങ്ങളും ദളിതരുമാണ്. ഇവരുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന പത്രത്തിൽ തന്നെ ഏകദേശം 96% ഹിന്ദുക്കളാണ്. മുസ്ലിങ്ങളാകെ ഒരു വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ. അപ്പം എനിക്ക് എൻ്റെ പ്രശ്നം, ഒരു പത്രപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ എൻ്റെ പ്രശ്നം, എനിക്ക് ഒരു മുസ്ലിം ഒരു കൂട്ടായ്മയ്ക്കകത്തോ ഒരു എന്താ അവരുടെ പ്രതിസന്ധികൾ എനിക്ക് മനസ്സിലാക്കാൻ അറിയാൻ മാർഗമില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, താങ്കളുടെ സംഭാഷണങ്ങൾ, താങ്കളുടെ സമുദായത്തിലുള്ളവരുടെ സംഭാഷണങ്ങൾ സാധാരണ ആളുകളിൽ നിന്ന് ഒരു ഇന്ത്യൻ മുസ്ലിമിന് ഇന്ന് ഏറ്റവും അദ്ദേഹം നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? താങ്കളുടെ ഒരു വ്യാകുലത എന്താണ്? നമ്മൾ ഒരു ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറയണേ, ഏറ്റവും പ്രധാനപ്പെട്ട അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന്. ഇപ്പോൾ നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒരു കേരളത്തിലെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ അവർ ആദ്യം പറയുന്നത് മക്കളുടെ തൊഴിലില്ലായ്മ, അങ്ങനെ അത് തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഭൗതികമായ കാര്യങ്ങൾ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പെട്ടെന്ന് പറയുകയാണെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങൾ എന്തായിരിക്കും? യഥാർത്ഥത്തിൽ അത് സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾക്ക് ഈ സ്ഥിതി സൃഷ്ടിച്ചതിൽ വലിയ പങ്കുണ്ട്. വിഭജനാനന്തരം പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് ഉപയോഗിച്ച് പോയപ്പോൾ മുസ്ലിം ശക്തി ശിഥിലമായി. അതോടുകൂടി മുസ്ലിമീങ്ങൾ ഇന്ത്യയിൽ ഒരു ന്യൂനപക്ഷമായി. അതുപോലെ പാകിസ്ഥാന് ബംഗ്ലാദേശായിട്ട് വേറൊരു വിഭജനം. അവിടെ 20 കോടി, ഇവിടെ 20 കോടി, ഇവിടെ 30 കോടിയുണ്ട്. 70 കോടി മുസ്ലിമീങ്ങളാണ് വിഭജിക്കപ്പെട്ടതെന്ന് ഓർക്കുന്നത്. അപ്പൊ അവരുടെ സ്ട്രെങ്ത് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ 1000 ആണ്ടോളം ഇന്ത്യ ഭരിച്ച ഒരു സമൂഹമാണ് ഇവിടെ. അവരുടെ വലിയ അവശിഷ്ടങ്ങൾ, ചരിത്രാവശിഷ്ടങ്ങളൊക്കെ അഭിമാനകരമായത് കുത്തബ് മിനാറും താജ്മഹലും ചെങ്കോട്ടയൊക്കെ പോലെ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷെ വിഭജനം നടന്നതോടുകൂടി ആ വിഭജനം മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും ഒരു മുറിവായിരുന്നു. ഈ മുസ്ലിമീങ്ങളുടെ വികാരവും വിഭജനമായിട്ട് ഒരു ചേർച്ചയുണ്ടായിരുന്നു. അതും ബ്രിട്ടീഷുകാരുടെ ഒരു തന്ത്രമായിരുന്നു. ബ്രിട്ടീഷുകാരാണല്ലോ വിഭജിച്ച് തന്നേച്ച് പോയത്. അല്ലെ, വിഭജനം നിങ്ങളുടെ കാര്യം, ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞ് പോയാൽ മതിയല്ലോ. വിഭജിച്ചു കൊടുത്തിട്ട് പോയത് അവരാണ്. അതിന്റെ കൂട്ടത്തിൽ അവരാ. അപ്പൊ അത് കഴിയുന്നതോടുകൂടി മുസ്ലിം സമുദായത്തിന് വിഭജനത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ എന്നുള്ള ഒരു പേര് ചാർത്തപ്പെട്ടിട്ട് വിഭജനത്തിന്റെ ഉത്തരവാദിത്വം. കാരണം ആണല്ലോ മുസ്ലിം രാജ്യമായിട്ടാണല്ലോ അവർ പോയത്. അവിടെ മുസ്ലിം രാജ്യം തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം ബ്രിട്ടീഷുകാർ കൊടുക്കുകയും ചെയ്തു.
പക്ഷെ ഇവിടെയും ഇല്ലാതിരുന്നില്ല. ഇവിടുത്തെ വർഗീയവാദികളാണെങ്കിൽ പ്രേരിപ്പിച്ചിരുന്നു, ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ നമ്മുടെ മതേതര നേതാക്കന്മാർ ഗാന്ധിജിയും നെഹ്റുവും പട്ടേലും മൗലാന ആസാദും അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യം ഒക്കെ കൊണ്ട് ഇന്ത്യ ഒരു മതേതര രാജ്യമായി തന്നെ നിലനിന്നു. കാരണം ഇന്ത്യൻ മുസ്ലിമുകൾ അത് ആഗ്രഹിച്ചിരുന്നതല്ല. ആഗ്രഹിക്കാത്ത ഒരു കാര്യം ദൗർഭാഗ്യകരമായി നടന്നു പോയതാണ്. അതുകൊണ്ട് അവരതിനെ പിന്തുണച്ചില്ല, നഷ്ടപ്പെട്ടതിൽ അവർ വിലപിക്കുക ചെയ്തത്. അപ്പോൾ ആ വികാരത്തെ ശരിക്കും തിരിച്ചതുപോലെ ഞാൻ ജമിയത്തുലമ ഹിന്ദിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ നേതൃപരമായി നേതൃത്വം വഹിച്ചത് ദാറുൽ ഉലൂം ദൈബന്ദും സ്വാതന്ത്ര്യ സമരം ജമിയത്തുലമ ഹിന്ദുവാണ്. ജമിയത്തുലമ ഹിന്ദു വിഭജനത്തെ അന്നും ഇന്നും അംഗീകരിച്ചിട്ടുമില്ല. അതിന്റെ നേതാക്കന്മാരെ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭരണകൂടം അതിന്റെ മറ്റേ ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രി അബുൽ കലാം ആസാദ് വരുന്ന ജമിയത്തുലമ ഹിന്ദിന്റെ കൂടെ നോമിനിയായിട്ടാണ്. അദ്ദേഹം ജമിയത്തുലമയുടെ അധ്യക്ഷനായിരുന്നു പലപ്പോഴും മീറ്റിങ്ങുകളിലും ഒക്കെ. അപ്പോ അങ്ങനെ വന്നതോടുകൂടി ആ വിഭജനത്തിന് ശേഷം ഇന്ത്യയിൽ വീണ്ടും ഒരു രാഷ്ട്രീയ ശക്തിയാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ നടത്തിയില്ല. കാരണം തെറ്റിദ്ധരിക്കപ്പെടും. രാഷ്ട്രീയം വീണ്ടും പിടിച്ചെടുക്കാനും അധികാരം പിടിച്ച വീണ്ടും ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കുമല്ലോ എന്നൊരു ഭയപ്പാടിൽ ഒരു രാഷ്ട്രീയ ശക്തി, അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ ഇപ്പോഴും മുസ്ലിം രാഷ്ട്രീയ ശക്തി ഉണ്ടായിട്ടില്ല. പക്ഷെ കേരളത്തിൽ ആ സ്വാധീനം അധികം ഉണ്ടാകാതിരുന്നത് കൊണ്ട് കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഖായിദ മില്ലത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ സാധിച്ചു എന്നുള്ളതാണ്. ഖായിദ മില്ലത്തിന്റെ ജന്മഭവനം മിനിയാന്ന് ഞാൻ പോയി കണ്ടിരുന്നു. മറ്റേ അദ്ദേഹം ജനിച്ച വീട്ടിൽ ഞാൻ പോയി, അത് സാധിച്ചിരുന്നു. അപ്പോൾ അവർ തീരുമാനിച്ചത് ഞങ്ങളുടെ സഹോദരങ്ങളുടെ കൈകളിലേക്ക് അധികാരം കിട്ടി, ഞങ്ങൾക്കിനി ഭീഷണിയില്ല, മതസ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് അവർ ഭരിക്കട്ടെ, ഞങ്ങൾക്കിനി അധികാരം വേണ്ട. അധികാരത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ പോലും ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ജമിയത്തുലമ ഹിന്ദിന്റെ നേതാവ് ഹുസൈൻ അഹമ്മദ് മദനി ഒഴിവായി. എന്നിട്ട് മൗലാന ആസാദ് അവർ നിർബന്ധിച്ച് നോമിനേറ്റ് ചെയ്ത് കൊടുക്കുക, വിദ്യാഭ്യാസ മന്ത്രിയായല്ലോ. അപ്പോൾ ഇതിന് ശേഷം ഒരു വിഭജനത്തിന്റെ ഒരു സ്ഥിതിയോ അല്ലെങ്കിൽ മതപരമായ ഒരു അവകാശവാദങ്ങളോ ഇല്ലാതെ നമുക്ക് ഇവിടെ ജീവിച്ചാൽ മതി എന്ന ഒരു സമാധാനാന്തരീക്ഷത്തിന് വേണ്ടി ഇന്ത്യയിലെ മുസ്ലിം നേതൃത്വം തീരുമാനിച്ചു. അതിന് ഏതാണ്ട് സഹായകമായ നിലയിലാണ് ഭരണകൂടങ്ങൾ കോൺഗ്രസ് ഒക്കെ ഭരിച്ചു പോയത്. കാരണം അവര് പ്രത്യേകിച്ച് മുസ്ലിമുകൾക്കൊന്നും കൊടുത്തില്ല. ഉത്തരവാദിത്തപ്പെട്ട പ്രധാനമന്ത്രി സ്ഥാനമൊന്നുമില്ല, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി ആയിട്ടില്ല, ക്യാബിനറ്റിൽ മികച്ച ഒന്നുമില്ല എന്നുള്ള സ്ഥിതിയൊക്കെ പിന്നീട് വന്നു. ആസാദിന്റെ ഒക്കെ ആദ്യകാലക്കാരുടെ ശേഷം വന്നെങ്കിലും അപ്പോഴും അവകാശവാദങ്ങളൊന്നും വേണ്ട, മതേതരരായ ഹിന്ദുക്കളല്ലേ നമ്മൾ ഭരിക്കുന്നത്, പ്രശ്നങ്ങളില്ലല്ലോ. അവർ നമ്മുടെ വികാരങ്ങൾ ഉൾക്കൊള്ളുമെന്ന് വിചാരിച്ച് ആ സൗമനസ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരം പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമോ ഒന്നുമില്ലാതെ മുന്നോട്ട് പോയി. അത് സ്വാഭാവികമായിട്ടും ഉത്തരേന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് വരുത്തിവെച്ച നഷ്ടമെന്ന് പറയുന്നത് ഈ സമയങ്ങളിലെല്ലാം അധികാരത്തിൻ്റെ പിന്തുണയുള്ളതുകൊണ്ടും അതുപോലെ തന്നെ മറ്റ് നിഗൂഢമായ പല ലക്ഷ്യങ്ങളുള്ളതുകൊണ്ടും ഹിന്ദു സമൂഹം പഠിച്ചും വിദ്യാഭ്യാസം ചെയ്തും പലതരത്തിൽ അവരവിടെ വളർന്നു വരികയായിരുന്നു. ആ വളർച്ചയുടെ ഭാഗമായി ചേരാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോട് തന്നെ മതപരമായ ഒരു സാംസ്കാരിക വ്യക്തിത്വം നിലനിർത്തുക എന്നതിൻ്റെ ഭാഗമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോട് മുസ്ലിം സമുദായത്തിന് ഒരു വിയോജിപ്പ് പണ്ഡിതന്മാരെന്ന് പ്രഖ്യാപിച്ചു. അത് അന്നത്തെ സാഹചര്യമായിരുന്നു. പക്ഷേ പിന്നീട് ആ നിലപാടുകൾ തിരുത്തേണ്ട സമയത്ത് നേതൃത്വത്തിന് തിരുത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു കുറവ് മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നിന്ന് ലോകത്തെ ഒരു വിജ്ഞാനത്തിന്റെ ആയുധമാണ്. വിജ്ഞാനമാണ് ലോകത്തെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ശക്തരാകണമെന്ന ശക്തമായ സന്ദേശങ്ങൾ കൊടുത്ത സ്ഥാപനങ്ങൾ നിർമ്മിച്ച് വിദ്യാഭ്യാസം നേടി സമുദായത്തെ വളർത്തിക്കൊണ്ടുവരാൻ മുസ്ലിം സമുദായ നേതൃത്വത്തിന് കഴിഞ്ഞില്ല, രാഷ്ട്രീയത്തിൽ ഇടപെടാതെ തന്നെ. അത് ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണ്. അത് തെറ്റ്, ആ തെറ്റ് തിരുത്താൻ ആ തെറ്റ് തിരുത്തണം എന്നുള്ള തോന്നൽ വന്നത് വർഗീയമായ ബാബരി മസ്ജിദിന്റെ ഇപ്പം RSSകാർ അവരുടേതായ തനിനിറം കാട്ടി രാജ്യത്തെ ചേരി തിരിച്ച് ലാൽകൃഷ്ണ അദ്വാനിയുടെ രഥയാത്രയൊക്കെ വന്നതോടുകൂടിയാണ്. അപ്പൊ ആ തെറ്റ് തിരുത്തണം എന്നുള്ള തോന്നലിലേക്ക് വരുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഇന്ത്യയിൽ ഒരിക്കലും അങ്ങനെ സാധിക്കില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭരണകൂടത്തെയും അതേതരത്വത്തെയും വിശ്വസിച്ചുകൊണ്ട് ക്ഷുഭിതരായി ചില യവനങ്ങൾ പുറത്തു വന്നു. ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. അബ്ദുൽ നാസർ മൈദാനിക്ക് അതിന്റെ ഭാഗമാണ്. അത് തീവ്രവാദമല്ല, കാരണം ഇന്ത്യയിൽ ഇത് പറ്റില്ല, ഞങ്ങളുടെ ഇന്ത്യ ഇതല്ലല്ലോ, അതുകൊണ്ട് അത് പറഞ്ഞതുകൊണ്ട് ദോഷമൊന്നും വരില്ല എന്ന് നമ്മൾ കരുതി പലരും രംഗത്ത് വന്നു. പക്ഷേ അവരങ്ങനെ രംഗത്ത് വന്നതോടുകൂടി അതിനെതിരിൽ പറയുന്ന ആളുകൾക്ക് രാജ്യത്തിന്റെ മുഴുവൻ പിന്തുണ കിട്ടുമെന്ന് വിചാരിച്ചാണ് അവർ അത്രയും ക്ഷുഭിതരായി പറഞ്ഞത്. പക്ഷെ അപ്പോഴാണ് ഈ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വർഗീയത അതിന്റെ പണം വിടർത്തി വെളിയിൽ ചാടിയത്. അപ്പോഴാണ് ഈ അദ്വാനിമാർക്കും ഈ ഭീകരവാദികൾക്കും അതുപോലെ തന്നെ ഈ ഇവർക്കുമൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഇത്രയും വലിയ പിന്തുണയുണ്ട് എന്ന്
തിരിച്ചറിയുന്നത്. അവർ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവരിതുവരെ ദളിതരെ മാത്രം അടിച്ചമർത്തി മുന്നോട്ട് കൊണ്ടുപോയി ഇടയ്ക്കിടയ്ക്കൊക്കെ വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ച് ഉയർന്നു വരുന്ന മുസ്ലിം കേന്ദ്രങ്ങളെ പോക്കറ്റുകളെ തകർക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതൊക്കെ ഇവിടെ നിന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രബുദ്ധത ഇല്ലാത്തതുകൊണ്ട് അതിനെ നേരിടാൻ വേണ്ടിയിട്ട് നേതൃത്വം ഇല്ലാത്തതുകൊണ്ട് ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പ്രബുദ്ധത ഉണ്ടെന്ന് പറയുന്ന കേരള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യ അവരുടെ മുമ്പിൽ ചർച്ചാ വിഷയമില്ല. കാരണം അവർക്ക് ഭാഷാപരമായ പരിചയമില്ല, അവരുടെ വാർത്തകൾ പോലും ഇവിടെ വന്ന് കിട്ടുന്നില്ല. അവിടെയായിട്ട് ബന്ധമുണ്ടായിരുന്ന സുലൈമാൻ ഷെട്ടിനെ പോലുള്ളവർ അപ്പോൾ ക്ഷുഭിതരായത് അതുകൊണ്ടാണ്. ഇവിടെ ഉള്ളവർക്ക് അത് കഴിഞ്ഞില്ല. അദ്ദേഹം ഭാഷ അറിയാം, അവർക്കിടയിൽ സഞ്ചരിക്കുന്നതായതുകൊണ്ട് മൈദനി ക്ഷുഭിതനായതുപോലെ സേട്ടു വന്ന് ക്ഷുഭിതനായി. ഉടനെ അവർ രണ്ടുപേരെയും തീവ്രവാദ മുദ്രയടിച്ചു. മുദ്രയടിക്കുന്നതിൽ സമുദായവും കൂട്ടുനിന്നു. അപ്പൊ അങ്ങനെ വന്നതോടുകൂടി അവർക്കെതിരിൽ പറയുന്ന ആളുകളെ തീവ്രവാദികളെന്ന് മീഡിയകളുടെ പിന്തുണയോടുകൂടി പ്രചരിപ്പിക്കുകയും ചെയ്തതോടുകൂടി അതിനെ പ്രതിരോധിക്കാനും നമുക്ക് നമ്മുടേതായ തലത്തിൽ വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും ഒന്ന് ഉയർന്നു വരണമെന്ന് ചിന്തിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു 30-40 കൊല്ലം മുമ്പ് ഉള്ള 92 എന്നൊക്കെ പറയും 30 ആ സമയത്ത് പലരുടെയും മനസ്സിൽ ആഗ്രഹം വന്നെങ്കിലും അതുപോലും സാധ്യമാകാത്ത വിധത്തിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെല്ലാം തീവ്രവാദികളാണെന്നുള്ള പ്രചാരണം കൊടുത്തു. അപ്പൊ അതുവരെ ബ്യൂറോക്രസിയിൽ ആരെ എന്നുള്ളത് നമുക്ക് പ്രശ്നമായിരുന്നില്ല. അത് കഴിഞ്ഞതോടുകൂടി ബ്യൂറോക്രസിയിൽ ആരെ എന്നുള്ളത് പ്രശ്നമായി. മുസ്ലിമീങ്ങൾ ഓരോ മേഖലകളിലും അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു തരംതിരിച്ചുള്ള ചിന്തകളിലേക്കൊക്കെ സമുദായം കടന്നുപോയത് വിവേചനം നേരിട്ട് തുടങ്ങിയപ്പോഴാണ്. വിവേചനമില്ലാത്ത ഹിന്ദു ഭരിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ച് മുസ്ലിമീങ്ങൾക്ക് ഒരു പ്രശ്നമില്ലല്ലോ. വിവേചനങ്ങൾ ഉണ്ടെങ്കിലും ശത്രുതാപരമായി അവർ ആക്രമിക്കപ്പെടുന്നില്ല എങ്കിൽ അത് കണ്ണടച്ച് വിടുകയായിരുന്നു പതിവ്. അങ്ങനെ അതിനെ നേരിടാൻ സത്യത്തിൽ മുസ്ലിം സമുദായത്തിന് കഴിഞ്ഞില്ല എന്നുള്ളിടത്താണ് ഈ അഭാവങ്ങളെല്ലാം വന്നു ചേർന്നത്. അപ്പോൾ അതിലൂടെ ഇപ്പോൾ ബ്യൂറോക്രസി പൂർണ്ണമായിട്ടും മുസ്ലിം വിരുദ്ധമായ നല്ലൊരു മേഖല മുസ്ലിം വിരുദ്ധമായി കഴിഞ്ഞു. ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം ചില ശുഭസൂചനകളൊക്കെ ഇടയ്ക്കൊക്കെ ഉയർന്നു വരുമെങ്കിലും പൊതുവെ പ്രതീക്ഷകൾ ഒരുപാട് നഷ്ടപ്പെട്ട ബാബരി മസ്ജിദ് വിധി പ്രസ്താവത്തിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അതുപോലെ തന്നെ ഗ്യാൻ ബാബരി പള്ളിയുടെ വിധി പ്രസ്താവമൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഭരണകൂടത്തിന് അനുകൂലമായി വിധിക്കുന്ന വിധത്തിൽ ജുഡീഷ്യറിയിൽ ഇടപെടലില്ല. അതുപോലെ തന്നെ മീഡിയ രംഗത്ത് സ്വന്തമായി മീഡിയ സംസ്കാരം വളർത്തിക്കൊണ്ടുവരാനും മീഡിയകൾ കൈകാര്യം ചെയ്യാനും മീഡിയ പേഴ്സണാലിറ്റികളെ സൃഷ്ടിച്ചെടുക്കാനും ഒന്നും വിദ്യാഭ്യാസത്തിന്റെ അഭാവം കൊണ്ടോ ആ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ സൃഷ്ടിക്കാൻ അന്നൊന്നും വിദ്യാഭ്യാസം ഇല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമില്ല. അപ്പൊ ആ ഒരു ചേരിതിരിവ് സൃഷ്ടിക്കപ്പെട്ടതോടുകൂടിയാണ് നമുക്ക് പഠിക്കണം, നമ്മുടെ മക്കൾ വളരണം, നമ്മുടേതായ വിദ്യാഭ്യാസം ഉണ്ടാകണം, ഈ മേഖലയിലൊക്കെ നമുക്കും ഉയർന്നു വരണം എന്നുള്ള ചിന്ത അന്നേ ഉണ്ടായുള്ളൂ. അതുവരെ വേണ്ട, നമുക്ക് ഛേദങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായം കിട്ടിയ അവസരങ്ങൾ ഉപയോഗിച്ച സമീപകാലത്ത് മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജുകൾ ഒക്കെ സെൽഫ് മേഖലയിൽ സ്ഥാപിക്കുകയും അവിടെ അവർ വളർന്നു വരികയും ചെയ്തത്. ആ വളർച്ച ഇവർക്ക് മനസ്സിലായി, ഈ വളർച്ച മുന്നോട്ട് പോയാൽ വലിയ അപകടമാണ്. അങ്ങനെയാണ് ഈ വിദ്യാഭ്യാസം ചെയ്യുന്ന ആളുകളെയൊക്കെ മോശമാക്കുന്ന, ആ വിദ്യാഭ്യാസത്തിലൂടെ കഴിവ് തെളിയിക്കുന്ന ചെറുപ്പക്കാരെ ടാർഗറ്റ് ചെയ്യുന്ന ഒരുപാട് IT വിദഗ്ധന്മാരായ യുവാക്കൾ അവരൊക്കെ ജയിലഴികളിലാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ മീഡിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾട്ടി ന്യൂസ് സ്ഥാപകനൊക്കെ ഇങ്ങനെ മീഡിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ എന്തെങ്കിലും കഴിവും മികവും തെളിയിക്കുന്നു, സ്വതന്ത്രമായി ചിന്തിക്കുന്നു, സ്വതന്ത്രമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു, പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു എന്നത് ദേശവിരുദ്ധമൊന്നും അല്ലാത്ത, പക്ഷെ അവർ കഴിവും മികവും ഉള്ളവരാണെന്ന് കാണുന്ന ആളുകളെ മുഴുവൻ പ്രത്യേകമായ നിലയിൽ ടാർഗറ്റ് ചെയ്യുന്ന വിധത്തിലേക്ക് അത് 19,000-ത്തിലധികം UAP ചുമത്തി യുവാക്കൾ ജയിലിലടയ്ക്കപ്പെട്ടിരിക്കുകയാണെന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട കണക്കാണല്ലോ. അവരൊക്കെ ഇനിയും പുറത്തു വന്നിട്ടില്ലല്ലോ, അവർക്ക് വേണ്ടി കേസ് നടത്താൻ പോലും ആരുമില്ലല്ലോ. ആ നിലയിലുള്ള ദുരവസ്ഥ മുസ്ലിം സമുദായം അനുഭവിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വപരമായ ശൂന്യത കൂടിയാണ്. ഞങ്ങൾ സ്വയം വരുത്തി വെച്ച വിനയാണ്. അന്നത്തെ വിഭജനം, ആ വിഭജനത്തിന് ഹിന്ദു വർഗീയവാദികളും ബ്രിട്ടീഷുകാരും എത്ര പ്രോത്സാഹിപ്പിച്ചാലും മുസ്ലിം സമുദായം കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു, വിഭജനം നടക്കരുതായിരുന്നു. നടന്നതിന് ശേഷം മതേതരത്വത്തിന്റെ ചാലിലൂടെ പോയിരുന്ന ഭരണകൂടം അതിൽ നിന്ന് വ്യതിചലിച്ചു തുടങ്ങിയപ്പോൾ തങ്ങളുടേതായ സ്പേസ്, വളർച്ചയ്ക്ക് ആവശ്യമായ സ്പേസ് കണ്ടെത്തി അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഉദ്യോഗ പ്രാതിനിധ്യം ഇതൊക്കെ ഉറപ്പുവരുത്തി, അതുപോലെ തന്നെ മീഡിയ പ്രാതിനിധ്യം ഒക്കെ ഉറപ്പുവരുത്തി മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ നേതൃത്വം കൊടുക്കാൻ ഇന്ത്യൻ മുസ്ലിം നേതൃത്വത്തിന് കഴിഞ്ഞില്ല. അത് മുസ്ലിം നേതൃത്വത്തിന്റെ കുറവ് തന്നെയാണ്. ഒടുവിൽ അതിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഇതിന്റെ നേരത്തെ തന്നെ ഇതിലെല്ലാം കയറി പറ്റിയിരിക്കുന്ന ബ്യൂറോക്രസി, എല്ലാ മേഖലകളിലും കയറി പറ്റിയിരിക്കുന്ന മീഡിയകൾ കയറി പറ്റിയിരിക്കുന്നവരെ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ വളർച്ചയെ പലതുമായി ചിത്രീകരിക്കും. നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ്, അതുപോലെ തന്നെ മറ്റ് എന്ത് മാധ്യമ ജിഹാദ്, കാപ്പനെ പിടിച്ച് അന്വേഷണത്തിന് പോയപ്പോൾ ഒരു മുസ്ലിം ആണെന്ന പേര് കൊണ്ട് പിടിച്ചകത്തിടുകയല്ലേ. അതുപോലെ തന്നെ മീഡിയ വണ്ണിനെ നിരോധിക്കുന്ന വിധത്തിലേക്ക് വന്നല്ലോ. അപ്പൊ എല്ലാം മീഡിയ ജിഹാദ്, അവരുടെ ഏത് വ്യത്യസ്തമായ ശബ്ദത്തെയും ജിഹാദ് എന്ന് പറഞ്ഞു മറ്റുള്ള
പ്രവർത്തകരെ സഹജീവികളുടെ കൂടെ പിന്തുണയോടുകൂടി ഇവർ ആക്രമിക്കാൻ തുടങ്ങിയതോടുകൂടി വരിഞ്ഞു കെട്ടപ്പെട്ട ഒരു പ്രതീതിയിലാണ് മുസ്ലിം സമുദായം ഉള്ളത്. അങ്ങനെ വന്ന് മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ അവർക്ക് പിന്തുണയ്ക്കുന്ന, അവർ മതേതരത്വത്തിന്റെ പേരിൽ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ടെങ്കിൽ അവരുടെ നേതാക്കന്മാർ, ഇപ്പൊ ലല്ലു പ്രസാദ് യാദവ് എത്രയോ കാലം ജയിലിൽ കിടന്നു കാലിക്കുറ്റിയുടെ പേരിൽ. ഇവിടെ മുഴുവൻ കുംഭകോണങ്ങളാണ് ഇവിടെ നടക്കുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും ജയിലിൽ കിടന്നില്ല. ആരാ കിടന്നത്? ലാലു പ്രസാദ്. കാരണം മോഡിയുടെ മുഖത്ത് നോക്കി അന്ന് പാർലമെന്റിൽ കുടുകൂടെ ചിരിപ്പിച്ച് സംസാരിക്കുന്ന ഒരു ലീഡറായിരുന്നു. അയാൾ അകത്ത് പോയേ പറ്റൂ, ഇല്ലെങ്കിൽ ഒരുപക്ഷെ ലാലു പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള ലീഡറായിരുന്നു. ആ പോക്ക് പോയിരുന്നെങ്കിൽ. ഇപ്പൊ രാഹുലിനെ കിട്ടുന്നു, മഹുവയെ കിട്ടുന്നു, അങ്ങനെ എല്ലാവരെയും പിടിച്ചു കെട്ടി ജനാധിപത്യത്തിന്റെ പേര് പറയുകയും ശുദ്ധ പട്ടാള ഭരണം അല്ലെങ്കിൽ മറ്റേ ഇത് ഫാസിസ്റ്റ് ഭരണം നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറുന്നു എന്നൊരു ദുരന്തമുണ്ട്. അതിന്റെ കെടുതികളും പ്രത്യാഘാതങ്ങളും മുസ്ലിം സമുദായം അനുഭവിക്കുകയാണ്. മുസ്ലിം സമുദായത്തോടൊപ്പം ഇപ്പൊ രാജ്യം അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ തന്നെ 5 സ്റ്റേറ്റുകളുടെ തെരഞ്ഞെടുപ്പിന്റെ ഓളമൊക്കെ വെച്ച് പല ഗാലപ്പ് പോൾ റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് സാധ്യതകൾ കൽപ്പിച്ചിരുന്നിടത്ത് പോലും റിസൾട്ട് വന്നപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഒരിടത്ത് മാത്രമേ കോൺഗ്രസിന് സുരക്ഷിതത്വം കൊടുക്കൂ, കാരണം ഫാസിസ്റ്റുകൾക്ക് ലാഭമൊന്നും ഇല്ലാത്തിടത്ത്, തെലങ്കാനയിൽ മാത്രം. അപ്പൊ ഇതിനകത്ത് വോട്ടിംഗ് മെഷീൻ അതിനകത്ത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന്. കോൺഗ്രസിന്റെയും നിലപാടുകൾ വളരെ മോശമാണ്. കോൺഗ്രസിന് BJP-യുടെ മേഖലയിൽ ഉള്ളതുപോലും നിലനിർത്താൻ കഴിഞ്ഞില്ല. മതേതരത്വം ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ് മാത്രം അവർ പിടിച്ചെടുത്തു. അതുകൊണ്ട് എന്ത് ഗുണം? മതേതര ശക്തികളെ ഭിന്നിപ്പിക്കാൻ, അവിടെയുള്ള പ്രാദേശിക ശക്തികളെ NDA സഖ്യത്തിൽ ചേർക്കാനോ പരസ്പരം ഒന്ന് ചേർന്ന് നിൽക്കാനോ പോലും കഴിയാതെ കോൺഗ്രസും വളരെ ദുർബലമാക്കുന്നതിൽ അതിൻ്റെതായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷ ഉണ്ടായിരുന്നു രാഹുലിന്റെയും പ്രിയങ്കയുടെയും നേതൃത്വത്തിൽ. മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് താങ്കൾ സംസാരിച്ചു. അപ്പോൾ ഇത് ഞാനിപ്പോൾ എനിക്ക് 55 വയസ്സായി. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്ത് പാസ്സായ ഒരാളാണ്. എനിക്ക് സാമാന്യം ഒരു നല്ല ജോലി കൽക്കട്ടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും നാളായിട്ട് എനിക്കിപ്പോഴും ഒരു മുസ്ലിം സമാജത്തെ കുറിച്ച് കാര്യമായ വിവരങ്ങൾ ഈ പറയുന്ന താങ്കൾ ഉദ്ദേശിച്ച വെസ്റ്റേൺ ഒരു പോർട്രയിലാണ് എൻ്റെ മനസ്സിലും. അതായത് ഇപ്പോൾ ജിഹാദ് എന്നുള്ളൊരു വാക്ക് തന്നെ അത് കേട്ടാൽ എന്തോ ഒരു വൃത്തികെട്ട ഒരു വാക്കായിട്ട് നമ്മളതിനെ മാറി. പക്ഷേ ഞാൻ നേരത്തെ താങ്കളോട് പറയുന്നത് അല്ലമീൻ പത്രത്തിനെ കുറിച്ച് ഞാൻ അടുത്ത കാലത്ത് റിസർച്ച് ചെയ്യായിരുന്നു. കാര്യം ഇപ്പം 100 വർഷം കഴിഞ്ഞു ഈ വർഷം. അപ്പോൾ അതിൽ അബ്ദുറഹ്മാൻ സാഹിബ് ഉപ്പ് സത്യാഗ്രഹത്തിന് വിശേഷിപ്പിച്ച ജിഹാദ്, മഹാജിഹാദ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് അന്നൊരു 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നല്ല വാക്കായിരുന്ന, ഒരു പോസിറ്റീവ് വാക്കായിരുന്ന ഒരു കാര്യം നമ്മളൊരു 90-ലേക്ക് വന്നപ്പോഴേക്കും ഈ വെസ്റ്റേൺ ഇതുകൊണ്ട് ഇപ്പോൾ അതൊരു വളരെ വല്ലാത്തൊരു വാക്കായി. പിന്നീട് ഇപ്പോൾ ഉമർ ഖാലിഫ പോലൊരു ഭരണാധികാരിയെക്കുറിച്ച് എനിക്ക് അറിയുകയില്ലായിരുന്നു. എനിക്ക് അറിഞ്ഞപ്പെട്ട താങ്കളുടെ മകൻ പറഞ്ഞിട്ടാണ് എനിക്ക് കഴിഞ്ഞ വർഷം മനസ്സിലായത്. അതുപോലെ മുഹമ്മദ് നബി അവിടെ ഒരു മോസ്കിൽ ഒരു ബദോയിൻ വന്ന് വൃത്തികേടാക്കി, പക്ഷെ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുകയും മറ്റുള്ളവരെ പിന്തിരിപ്പിക്കുകയും അത്. അപ്പം ഇങ്ങനെയുള്ള കഥകൾ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ 55-ാം വയസ്സിലാണ് ഇത്രയും എനിക്ക് കുറച്ചൊക്കെ വിദ്യാഭ്യാസമുണ്ടെന്ന് അഹങ്കരിച്ചെന്ന ഒരു മനുഷ്യൻ പെട്ടെന്നാണ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. എനിക്കൊന്നും അറിയില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസും നമ്മുടെ ഇടതുപക്ഷവും മറ്റ് പ്രോഗ്രസീവ് ചിന്താഗതിയും അത് അവരുടെ ഒരു പരാജയമല്ലേ? എന്നെ പോലുള്ളവർക്ക് ഈ കഥകൾ പഠിപ്പിക്കാതെ ഞങ്ങൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പോഴും കൂടുതലും ഇൻഫ്ലുവൻസ് ബൈ വെസ്റ്റേൺ. അവരത് ഞാൻ പറയുന്നില്ല, സയൻറ്റിഫിക് സ്പിരിറ്റിന് വേണ്ടിയൊക്കെ വേണമായിരിക്കും. പക്ഷെ നമ്മുടെ ചരിത്രം എവിടെയോ നമുക്കൊക്കെ പിഴവുകൾ പറ്റിയിട്ടില്ലേ എന്നുള്ളൊരു തീർച്ചയായിട്ടും അതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ ഈ ഇവർ ഒരു പോർട്രേറ്റ് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, വെസ്റ്റേൺ സമൂഹം മുസ്ലിം സമുദായത്തെ, അതിനെ തിരുത്താൻ സഹായകമായ ഒരു നീക്കവും അവരോടൊപ്പമല്ല എന്ന് ഭാവിക്കുന്ന ശക്തികൾ ചെയ്തില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. പക്ഷേ ഞാൻ അവരെ അതിന്റെ പേരിൽ പഴിക്കില്ല. മുസ്ലിം സമുദായവും ചെയ്തില്ല. ഇതിന് ഇരയാക്കപ്പെടുന്ന ഒരു സമുദായം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പൊതുവെ മുസ്ലിം സമുദായത്തിന് എനിക്ക് തോന്നുന്നു വിഭജനം സൃഷ്ടിച്ച മുറിപ്പാടുകളുടെ പേരിൽ രാഷ്ട്രീയത്തോടും പൊതു സാംസ്കാരിക ഇടപെടലുകളോടും അവർക്കുണ്ടായ ഒരു വിമുഖതയുടെ പേരിലാണോ എന്നറിയില്ല. എന്തായാലും മുസ്ലിം പണ്ഡിത നേതൃത്വങ്ങൾ, അതുപോലെ തന്നെ മുസ്ലിം സംഘടനാ നേതൃത്വങ്ങൾ എന്നൊക്കെ പറയുന്നവർ ഈ ധാരണ തിരുത്താൻ വേണ്ടി പൊതുവെ ശ്രമിച്ച് ഇല്ല എന്നുള്ളതാണ് സത്യം. ഒന്നുകിൽ ഏകപക്ഷീയമായ മതേതര ചേരിയുടെ ഭാഗമായി അവരോടൊപ്പം ചേർന്ന് നിന്ന് അതിന്റെ ഭാഗമായി അലിഞ്ഞു ചേരുക. എന്നാൽ തികച്ചും വ്യത്യസ്തമായ തങ്ങളുടെ സവിശേഷതകളുമായ സ്വതസിദ്ധമായ സവിശേഷതകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാലത്ത് അതിനെ തിരുത്തി പറയുക എന്നതുപോലുള്ള പ്രബോധനപരമായ ദൗത്യങ്ങൾ വേണ്ടത്ര നിർവഹിക്കുന്നതിൽ മുസ്ലിം സമുദായം പരാജയപ്പെട്ടു പോയി എന്ന് പറയണം. ഇപ്പൊ സാറ് തന്നെ പറഞ്ഞു ഇങ്ങനെയൊക്കെ കേട്ടത്
ആണെന്ന്, ചിലതൊക്കെ എന്നിൽ നിന്ന് കേട്ടെന്നോ ആരും. പക്ഷെ ഇത്തരം പറച്ചിലുകാർ ഒരുപാടുണ്ടായില്ല എന്നുള്ളത് കൊണ്ടല്ലേ. പലരും പറഞ്ഞിരുന്നെങ്കിൽ സാർ പലരും കേൾക്കുമായിരുന്നല്ലോ. ആരും പറഞ്ഞിട്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷേ പലപ്പോഴും പറയുന്നത് വെറും മതമീമാംസാ പ്രസംഗങ്ങൾ മാത്രമായും സ്വന്തം വിശ്വാസി സമൂഹത്തെ മാത്രം ഉന്നം വെച്ചുകൊണ്ട് നടത്തുന്ന പ്രഭാഷണങ്ങളും പ്രബോധനങ്ങളും മറ്റുമായി മുസ്ലിം സമുദായത്തിന്റെ പദ്ധതികളും പരിപാടികളും മാറിപ്പോയി എന്നത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. കാഴ്ചപ്പാടുകളുടെ അഭാവം കൊണ്ട് സ്വയം വരുത്തി വെച്ച ഒരു വിനയാണ് ഈ സമുദായം അനുഭവിക്കുന്നതെന്ന് ഞാൻ സമ്മതിക്കുന്ന ആളാണ്. ഞാനങ്ങനെ ശക്തമായി പറയുന്ന ആൾ കൂടിയാണ്. കാരണം എപ്പോഴും ഒരു സമുദായത്തിന് അതിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച്, ദേശീയ സ്ഥിതിഗതികളെക്കുറിച്ച് ഒക്കെ കൃത്യമായ ഒരു കാഴ്ചപ്പാടും അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധവും ഒക്കെ ഉണ്ടായിരിക്കേണ്ട സ്ഥാനത്ത് അതൊന്നും വേണ്ടത്ര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ലീഡേഴ്സിനെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കണ്ടില്ല. സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ മൗലാന ആസാദിനെ പോലെ, മൗലാന മുഹമ്മദ് അലിയെ പോലെ, ഷൗക്കത്ത് അലിയെ പോലെ, മൗലാന ഹുസൈൻ അഹമ്മദ് മദനിയെ പോലെ ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു. പക്ഷെ സ്വാതന്ത്ര്യ അനന്തര ഇന്ത്യയിൽ അങ്ങനെ ഒരു ദേശീയ നേതാവിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതിന് ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു നേതാവ് പ്രത്യേകമായി എടുത്തു നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ശരിയാണെങ്കിലും അതിനപ്പുറത്ത് നമ്മുടെ ഇതര സമൂഹങ്ങളെ ഇടയിൽ വളർന്നു വരുന്ന തെറ്റിദ്ധാരണകളെ യഥാസമയം തിരുത്തിക്കൊണ്ട് അവരെ സമൂഹത്തിന്റെ ഇടയിൽ നമ്മളെ സംബന്ധിച്ചൊരു ശരിയായ ചിത്രം സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രബോധന ശൈലി സ്വീകരിക്കുന്ന വിധത്തിൽ പണ്ഡിതന്മാരെ വാർത്തെടുക്കുകയും അതിനുവേണ്ടി ഒരു ടീം വർക്ക് നടത്തുകയും ചെയ്യുന്ന രംഗത്ത് മുസ്ലിം സമുദായത്തിന്റെ നേതൃനിര പരാജയപ്പെട്ടു പോയതാണ് ഇതിന് കാരണം. ഗ്രന്ഥങ്ങളിൽ എട്ടിലെ പശു പുല്ല് തിന്നില്ലെന്ന് പറഞ്ഞ പോലെ ഗ്രന്ഥങ്ങളിൽ കിടക്കുന്ന സാധനങ്ങൾ വെളിയിലേക്ക് വരണമല്ലോ. പക്ഷെ അവർ മിടുമിടുക്കരായ പ്രഭാഷകന്മാരും പ്രബോധകന്മാരുമാണ്. ആയിരങ്ങളെ പതിനായിരങ്ങളെ പിടിച്ചിരുത്താൻ അവർക്ക് കഴിയും. പക്ഷെ അതെല്ലാം അവരെ വിശ്വസിക്കുന്ന, ഉള്ളിൽ വിശ്വസിക്കുന്ന ആളുകളെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതായി. പുറത്ത് വിശ്വസിക്കുന്നവരെയും വിശ്വസിക്കാത്തവരെയും അവരൊരിക്കലും ലക്ഷ്യം വെച്ചില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അവിടെയാണ് തങ്ങൾക്കെതിരെയുള്ള കരിനീക്കങ്ങൾ ഉരുണ്ടുകൂടുന്നത് എന്ന് അവരുടെ അറിഞ്ഞുമില്ല. അതൊരു വലിയ അപകടമാണ്. ഇപ്പോഴും ആ അപകടസ്ഥിതിയെ വേണ്ടത്ര തരണം ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു ടീം വർക്കുകൾ, പ്രൊപ്പഗേഷൻ വർക്കുകൾ വേണ്ടത്ര സമുദായത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതിന് എന്ത് പറയാനാണ്? ഇപ്പൊ പുതിയ തലമുറ കുറെ വിദ്യാഭ്യാസം നേടി വരികയും ഇസ്ലാമിന്റെ സുന്ദരമുഖം ശരിയായ രൂപത്തിൽ അവതരിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്ന പക്ഷെ അവിടെയും താരതമ്യേന വളരെ കുറവാണ്. 100 പേരുണ്ടാക്കേണ്ടിടത്ത് 10 പേര് പോലും ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ സംശയമാണ്. ആ നിലയിലാണ് സമുദായം മുന്നോട്ട് പോകുന്നത്. സമുദായം അവരുടെ ഭാവി പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടിടത്ത് ഒരിക്കലും വേറിട്ട് നിന്നുകൊണ്ട് സംഘർഷം സൃഷ്ടിക്കാനോ വിഭാഗീയത ഉണ്ടാക്കാനോ അല്ല. പക്ഷെ അങ്ങനെ സൃഷ്ടിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ സൗഹാർദ്ദപൂർവമായ ചില ഇടപെടലുകൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ വ്യക്തമായ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുന്നതിൽ സമുദായ നേതൃത്വം പരാജയപ്പെട്ടു. സ്വന്തം സമുദായത്തിന് എന്ത് വേണമോ അതിനൊപ്പം നിൽക്കാൻ രാഷ്ട്രീയക്കാരും മറ്റുള്ളവരും തയ്യാറായെന്ന് വരും. സമുദായത്തിന് വേണ്ടാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റാർക്കെങ്കിലും നിൽക്കാൻ കഴിയും. അതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ മുസ്ലിം സമുദായം പൊതുവിൽ തങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്ന ഒരു നിലപാടിന് വേണ്ടിയിട്ട് മറ്റേ കോൺഗ്രസ് ഒരു കാലത്ത് നിന്നിട്ടുണ്ട്. മറ്റേ വിവാഹ സ്ത്രീയുടെ ജീവനാംശ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മുസ്ലിം സമുദായത്തിന്റെ പൊതുവിഷയം അതാണെങ്കിൽ എല്ലാവരും പറയാം അതാണ്. NRC മുസ്ലിം സമുദായത്തിന്റെ ഒരു പൊതു പ്രശ്നമാണ്. അതിനോടൊപ്പം പൊതുവെ എല്ലാവരും നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ശത്രുക്കൾ ഒഴിച്ചുള്ളവരൊക്കെ നിൽക്കാൻ ശ്രമിക്കും. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പൊതു പ്രശ്നം ഉണ്ടായെന്ന് മുസ്ലിം സമുദായം പറഞ്ഞെങ്കിലല്ലേ ഉള്ളൂ മറ്റുള്ളവർക്ക് നമ്മളോടൊപ്പം നിൽക്കാൻ കഴിയും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആശയപരമായി ഞങ്ങൾ ആക്രമിക്കപ്പെടുകയാണ് അനാവശ്യമായി. അതിനെ ശരിയായ നിലയിൽ പ്രചരിപ്പിക്കണം എന്ന നിലയിൽ അതിന് ഞങ്ങളെ സഹായിക്കണം, സഹകരിക്കണം എന്നുള്ള നിലയിലുള്ള ശക്തമായ ശബ്ദങ്ങൾ ഈ സമുദായത്തിൽ നിന്ന് തന്നെ ഉയരുന്നില്ല. ഇതൊരു അപജയം സ്വന്തം ഞങ്ങളുടെ സമുദായത്തിന്റെ തന്നെ പ്രശ്നമാണ്. അത് അവർ തന്നെ തരണം ചെയ്തപ്പം മുസ്ലിം സമുദായം പൊതുവിൽ ഒന്നിച്ചു നിൽക്കുന്ന ഒരു പ്രശ്നത്തിൽ ഒരു ശത്രുവിന് ഇന്ത്യയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്ക് തീർച്ചയുണ്ട്. മുസ്ലിം സമുദായത്തിന് തീർച്ചയുണ്ട്. സാറിന് അതറിയാം. ഏത് സമൂഹം അങ്ങനെയാണല്ലോ, ചെറുതാണെങ്കിലും. ഇപ്പൊ സിഖുകാർ ഒന്നിച്ചു നിൽക്കുന്നവരോടൊന്നും ചെയ്യാൻ കഴിയില്ല, ഒരു വളരെ ന്യൂനപക്ഷമാണ്. ക്രിസ്ത്യാനിറ്റി ഒന്നിച്ചു നിൽക്കുന്നവരോടൊന്നും ചെയ്യാൻ കഴിയില്ല, ഒരു ന്യൂനപക്ഷമാണെങ്കിലും. പക്ഷേ മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിച്ച് നിർത്തുന്നതിൽ അവർ വിജയിക്കുന്നു. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന സാമ്രാജ്യത്വ തന്ത്രം ഈ സമുദായത്തിൽ വിജയിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഭീഷണികളെ അതിജീവിക്കുക എന്ന് പറയുന്നത് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാൻ പോലും ഈ സമുദായത്തിന്റെ വ്യത്യസ്തമായ ചിന്താധാരകളെ കഴിയാത്ത വിധത്തിൽ ശത്രു ഭിന്നിപ്പിച്ചു നിർത്തി. മനസ്സിലായി. ഞാനിപ്പോൾ ഇലക്ഷനിൽ പറയുന്നത്, ഇലക്ഷൻ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇലക്ഷന് മുന്നേ ഈ ഹരിയാനയിൽ നൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ടായി. അപ്പം അന്ന് പല മുസ്ലിം ചെറുപ്പക്കാരാണ് എന്നോട് നോർത്ത് ഇന്ത്യയിൽ കുറച്ചുപേർ പറഞ്ഞു, അന്ന് കോൺഗ്രസ് നമ്മൾ അവിടെ എവിടെയെങ്കിലും പോയി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു,
പക്ഷേ എന്തുകൊണ്ടോ ഒരു കുറച്ചൊന്ന് കോൺഗ്രസ് ഉൾവലിയുന്നുണ്ടോ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഹരിയാന നോ പ്രശ്നം. കാര്യം അതിന് അവര് മണിപ്പൂരിൽ കുറച്ചുകൂടെ മണിപ്പൂർ കാണിച്ച പോലെയുള്ള ഒരു ഇത് നൂവിൽ കാണിച്ചോ എന്നൊരു സംശയം. പക്ഷെ അതിന് അവർക്ക് ഈ ചെറുപ്പക്കാർ വളരെ പൊളിറ്റിക്കലാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കോളേജ് പഠിച്ചിരുന്നതിനേക്കാളും എനിക്കൊരു ഹോപ്പുണ്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ. അപ്പോൾ അവർ ആ ചെറുപ്പക്കാർ പറയാൻ കാര്യം അവർ അതിന് കാരണം രാജസ്ഥാൻ തൊട്ടയൽ സംസ്ഥാനമാണ്. അവിടെ ഇലക്ഷൻ വരികയാണ്. ഇത് ഇലക്ഷന് മുമ്പ് പറ്റിയ സംഭവമല്ലേ. അപ്പൊ അവിടെ ഇത് കോൺഗ്രസ് അപ്പം ഹരിയാനയിലെ നൂവിൽ പീഡിപ്പിക്കപ്പെട്ട മുസ്ലിങ്ങൾക്ക് വേണ്ടി വളരെ ശക്തമായി ഇപ്പൊ മണിപ്പൂരിൽ സംസാരിച്ച പോലെ സംസാരിച്ചാൽ രാജസ്ഥാനിൽ അതൊരു തിരിച്ചടിയാവുമെന്നൊരു ഭയം കോൺഗ്രസിനുണ്ടോ എന്നൊരു സംശയം ഇവർ പ്രകടിപ്പിച്ചു. അതിനുശേഷം ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ മധ്യപ്രദേശിൽ കമൽനാഥ് വളരെ മോശമായ രീതിയിൽ മൃദു ഹിന്ദുത്വം അല്ല, വളരെ വൃത്തികെട്ട ഹിന്ദുത്വം, ഏറ്റവും കഠിനമായ ഹിന്ദുത്വം തന്നെയാണ് അദ്ദേഹം അവിടെ ചെയ്തത്. ഛത്തീസ്ഗഡിലും ഒക്കെ കുറച്ചുപേര് ഹിന്ദുത്വം ചെയ്തു. അപ്പം ഇതും അപ്പോൾ കോൺഗ്രസിനകത്ത് ഞാൻ പല നേതാക്കളോട് ചോദിക്കും, ചെറിയ രീതിയിലുള്ള മിഡിൽ ലെവൽ. അപ്പോൾ അവർ പറയുന്നത് അവർ സമ്മതിക്കില്ല. പക്ഷേ എനിക്ക് തോന്നുന്ന കോൺഗ്രസിന് പോലും ഉള്ളിലൊരു ഭയമാണ്. അതായത് ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു പരിധി വിട്ട് സംസാരിച്ചാൽ അത് നമുക്ക് തിരിച്ചടിയാവുന്നു. ഇത് മുന്നേ ഇല്ലായിരുന്നു ഇങ്ങനൊരു സംഭവം. വളരെ ഇന്ദിരാഗാന്ധി ആയാലും നെഹ്റു ആയാലും രാജീവ് ഗാന്ധി ആയാലും അവരെല്ലാം വളരെ ശക്തമായിട്ട്, രാഹുലും പറയുന്നില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് കോൺഗ്രസ് ഒരു മൊത്തം ഒരു ലീഡർഷിപ്പ്, താഴേക്കിടെ ലീഡർഷിപ്പിന് അവർക്ക് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാൽ രാഷ്ട്രീയപരമായി ഇന്ന് അതൊരു ബ്ലണ്ടറാണ് എന്നൊരു തോന്നൽ പൊതുവേ പലപ്പോഴും നമ്മുടെ കേരളത്തിലെ ചില പൊളിറ്റിക്കൽ പണ്ഡിതർ എന്ന് പറയുന്നവർ പറയുന്ന ഹാമാസിനെ കേരളത്തിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് മധ്യപ്രദേശ് ഇലക്ഷൻ തോറ്റ്. ഇതെല്ലാം ഇങ്ങനെ ഞാൻ പറയുന്നത് ഇതെല്ലാം മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്ത് സംസാരിച്ചാലും അത് എവിടെയെങ്കിലും ഒരു തിരിച്ചടി ഉണ്ട്. അപ്പം ഇതിനെ എങ്ങനെയാണ് ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് നമ്മൾ ടു നേഷൻ തിയറി ജസ്റ്റിഫൈ ആണ്. നമ്മൾ ഇന്ത്യ ഒരു രാഷ്ട്രമല്ല എന്ന് ഇങ്ങനെ പറയുകയാണെങ്കിൽ അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേരിടാൻ പറ്റും? ഈ ഒരു അവിടെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാക്കളാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ നശിപ്പിക്കുന്നത്. കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ മതേതര മനസാക്ഷിയാണ്, ഇവിടെ സൂക്ഷിപ്പുകാരാണ്. മതേതരത്വത്തെയാണ് ഇന്ത്യൻ ജനത ഇപ്പോഴും മഹാഭൂരിപക്ഷവും അവരുടെ നെഞ്ചേറ്റി കൊണ്ട് നടക്കുന്നത്. ഈ ഇലക്ഷൻ റിസൾട്ടുകൾ ഇപ്പൊ തന്നെ BJPക്ക് കഴിഞ്ഞ ഇലക്ഷനിൽ 37% കിട്ടിയുള്ളൂ. വോട്ട് ചെയ്തവരിൽ 63% BJP ഭരിക്കണ്ടെന്നല്ലേ പറഞ്ഞത്. അർത്ഥം ഇതെങ്കിലും മനസ്സിലാക്കാൻ കോൺഗ്രസിന് കഴിയണമല്ലോ. പക്ഷെ ഈ 63 ഏകോപിപ്പിച്ചാൽ ഈ 37 തോൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വോട്ട് ചെയ്ത ജനത്തിന്റെ 1/3 ആളുകൾ ഭരിക്കുകയും 2 പുറത്തു നിൽക്കുകയുമാണ് ഇന്ത്യയിൽ. ഈ വസ്തുത മനസ്സിലാക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. പക്ഷെ കോൺഗ്രസിന്റെ ഉപദേഷ്ടാക്കൾ പറയുന്നത് മുസ്ലിമുകൾക്ക് വേണ്ടി സംസാരിച്ചാൽ ഹിന്ദുത്വം വളരുമെന്നാണ്. ഹിന്ദുത്വം ഇത്രയല്ലേ വളർന്നുള്ളൂ, ഒരു വോട്ട് ചെയ്ത് ഇത്രയല്ലേ ഉള്ളൂ. ആ വളർച്ചയെ സംബന്ധിച്ചുള്ള അനാവശ്യമായ കഥകൾ പെരുപ്പിച്ച് മുസ്ലിമുകൾക്കെതിരെ മിണ്ടിപ്പോയാൽ തകരുമെന്ന് പറയുന്ന ഈ മീഡിയകളും ഉപദേഷ്ടാക്കളും കോൺഗ്രസിന്റെ ഈ ഇതുണ്ടല്ലോ ഐഡിയ മേക്കേഴ്സ് അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയല്ല. സത്യത്തിൽ ആ കോൺഗ്രസിന്റെ ഉള്ളിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള വർഗീയവാദികളായ ഒരു വിഭാഗം ആളുകളുണ്ട്. അവര് അവരുടെ നേതാക്കന്മാരെ അവരങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക. അതാ കോൺഗ്രസ് ആണ് ഈ കോൺഗ്രസിന്റെ ശാപം. അത് കോൺഗ്രസിന്റെ കണ്ടകശനി കണ്ടേ അടങ്ങൂ. കോൺഗ്രസിനെ നശിപ്പിച്ചിട്ട് BJPയിൽ ചേരാൻ കാത്തിരിക്കുന്ന ലീഡേഴ്സാണ് കോൺഗ്രസിനെ നയിക്കുന്നത്. ഇതാണ് കോൺഗ്രസിന്റെ നഷ്ടം. ഇത് തിരിച്ചറിയാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ ഈ സാറ് പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ, അത് വളരെ ശരിയല്ലേ. അവിശ്വാസ പ്രമേയം മണിപ്പൂർ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ് രാഹുൽ ഗാന്ധി അവിശ്വാസ പ്രമേയം ഉന്നയിച്ചത്. അതേ സമയത്ത് അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹരിയാന കത്തുമ്പോൾ അവിശ്വാസ പ്രമേയ പ്രസംഗത്തിൽ ഹരിയാനയെ കുറിച്ചൊരു വാക്ക് ആര് പറഞ്ഞില്ല? രാഹുൽ പറഞ്ഞില്ല. എന്ത് കഷ്ടമാണ്. അതേപോലെ ഹരിയാന നോഹ് കത്തുമ്പോൾ അതിനുശേഷമാണ് വിശ്വാസ പ്രമേയത്തിൽ രാഹുൽ പ്രസംഗിക്കുന്നത്. അത് രാഹുലിന്റെ ഇഷ്ടമല്ല. രാഹുലിന് അത് പറയണമെന്നുണ്ട്, പക്ഷെ രാഹുലിന് അത് പറയിക്കില്ല. പറഞ്ഞാൽ അത് BJPക്ക് അനുകൂലമാകും എന്ന് ഇവർ ഈ ഉപദേഷ്ടാക്കൾ, ഈ ദുരുപദേശം നൽകുന്നവർ രാഹുലിനെ പ്രേരിപ്പിക്കാൻ, രാഹുലിനെ ഉൾക്കൊള്ളാൻ കഴിയുമായിട്ടല്ല. രാഹുൽ ഇതൊക്കെ കാരണം രാഹുൽ ഒരു വ്യത്യസ്തമായി നടക്കാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷെ രാഹുലും പ്രിയങ്കയും മോഡിക്കെതിരിലും ഫാസിസത്തിനെതിരിലും പറയുന്നത് രാഹുലിനും പ്രിയങ്കയുടെ മാത്രമേ നാക്കായി മാറുക. കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരു നേതാവും അവരുടെ പ്രസംഗം വേറെ ആയിരിക്കും. രാഹുലും പ്രിയങ്കയും സംസാരിക്കുന്നത് മോഡിക്കെതിരെ, അദാനിക്കെതിരെ. കോൺഗ്രസിന്റെ ഇന്നലകളിലെ കോൺഗ്രസിനെ ഈ വർഗീയതയിലേക്കും ഈ മൃദു ഹിന്ദുത്വയിലേക്കും പ്രേരിപ്പിച്ച ആ ശക്തികൾ ഇന്നും കോൺഗ്രസിന്റെ പിടി
അവരുടെ കൈകളിലാണെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഈ ദുരന്തത്തിന് മുഴുവൻ കാരണം. കാരണം നമ്മളൊരു കടയിൽ ചെല്ലുന്നു, ഒരു സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് നമ്മൾ കാണുന്നു, വേറൊരു സാധനം ഇത് ഒറിജിനൽ ആണ് എന്നും പറയുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ ഏതാ എടുക്കുക? ഒറിജിനൽ എടുക്കുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് ഹിന്ദുത്വ വേണ്ടവർ അതേ എടുക്കുള്ളൂ. ഹിന്ദുത്വ വേണ്ടവര് ഒറിജിനൽ. അപ്പം ഹിന്ദുത്വ വേണ്ടവരെ ഒറിജിനൽ എടുക്കുള്ളൂ അല്ലേ? ഡ്യൂപ്ലിക്കേറ്റിനെ ആർക്ക് വേണം? ഒറിജിനൽ അവിടെ കിടക്കുന്നു. അപ്പം ഒറിജിനൽ വേണ്ടവരെ കോൺഗ്രസിനെ എടുക്കണമെങ്കിൽ മതേതരത്വത്തിന്റെ ഒറിജിനൽ കോൺഗ്രസിലുണ്ടെങ്കിൽ കോൺഗ്രസിനെ എടുക്കും. മതേതരത്വത്തിന്റെ ഒറിജിനൽ കോൺഗ്രസിൽ ഇല്ല. ഹിന്ദുത്വത്തിന്റെ ഒറിജിനൽ BJP-യിൽ ഉണ്ട്. അപ്പം ഹിന്ദുത്വം വേണ്ടവർ ഒറിജിനൽ തേടി BJP-യിലേക്ക് പോകും. മതേതരത്വത്തിന്റെ ഒറിജിനൽ വേണ്ടവർക്ക് കോൺഗ്രസിനെ വേണ്ട, കാരണം കോൺഗ്രസിൽ അതില്ല. ഇതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് സംഭവിച്ച ദുരന്തം. തീവ്ര ഹിന്ദുത്വയുടെ മറുപടി മൃദു ഹിന്ദുത്വയല്ല, തീവ്ര മതേതരത്വമാണ് എന്ന് കർണാടക തെളിയിച്ചു വന്നു. DK ശിവകുമാർ പറഞ്ഞല്ലോ, ഞങ്ങൾ ടിപ്പുവിന്റെ ജയന്തി നടത്തും, ഹിജാബ് വിലക്ക് നീക്കും, സംവരണം കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അത് മതേതരത്വം എന്നറിയാം. കാരണം അതൊരു മതേതരത്വത്തിനെതിരായ സംഗതിയല്ല, അത് ഹിന്ദുക്കൾക്കറിയാം. പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ നേരിട്ടപ്പോൾ 86% ഹിന്ദുക്കൾ അടങ്ങുന്ന കർണാടക അവർക്ക് വോട്ട് കൊടുത്തു. കാരണം മതേതരത്വമാണ് അവർക്ക് വേണ്ടത്. ഒറിജിനൽ മതേതരത്വം വന്നു, കോൺഗ്രസിന് വോട്ട് കൊടുത്തു. അപ്പം തീവ്ര ഹിന്ദുത്വയ്ക്ക് ഒറിജിനൽ മതേതരത്വം, തീവ്ര മതേതരത്വം കൊടുക്കുന്നവരെയാണ് അപ്പുറത്തെ ആളുകൾ നോക്കുന്നത്. കോൺഗ്രസിൽ അതില്ല. കോൺഗ്രസിൽ ഡ്യൂപ്ലിക്കേറ്റ് ഹിന്ദുത്വമാണ്, ആർക്കും ഡ്യൂപ്ലിക്കേറ്റ് വേണ്ടല്ലോ. അതുകൊണ്ട് കോൺഗ്രസ് നശിക്കുകയാണ്. ഇപ്പൊ കമൽനാഥ് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതുപോലെ തന്നെ സച്ചിനെയും അവര് തമ്മിലടിപ്പിച്ചുകൊണ്ട് തമ്മിലടിച്ചാലും വേണ്ടില്ല, എനിക്ക് അധികാരം കിട്ടിയാൽ മതി, ഫാസിസം പ്രശ്നമല്ലാത്ത അശോക് ഗെഹ്ലോട്ട്, ഇങ്ങനെയുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ഷാജൻ സ്കറിയ, ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റിയും തമ്മിൽ വെട്ടിപ്പിളർക്കുന്ന ഒരു മീഡിയ പ്രവർത്തകൻ. അവനെ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കേണ്ടതാണ്. അയാൾക്കെതിരെയുള്ള ഒരു അറസ്റ്റ് നിലപടി ഗവൺമെന്റ് എടുത്തു കഴിഞ്ഞപ്പോൾ അയാളെ ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് K. സുധാകരനും VD സതീശനുമായിരുന്നു. ഈ കോൺഗ്രസ്സുകാരെ കൊണ്ട് ഈ രാജ്യത്തിന് എന്താ ഗുണം? അതുപോലെ തന്നെ ഷംസീറിന്റെ ഒരു വിവാദ പ്രസ്താവനയെ ചൊല്ലി NSSകാർ മുസ്ലിം സമുദായത്തെ ആക്ഷേപിച്ചപ്പോൾ, ഷംസീർ എന്ത് മുസ്ലിമാണ് നമുക്കറിയാം, അയാൾ പേരിന് മുസ്ലിം ആണെങ്കിലും വിശ്വാസപ്രകാരം അയാളുടെ പ്രസ്താവന ഒരു മുസ്ലിം ന്യായീകരിച്ചിട്ടുമില്ല. പക്ഷേ അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് യുവമാരാരെങ്കിലും സ്വർഗത്തിൽ പോയോ എന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായത്തെയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴും NSSന്റെ നേതാവിനെ ആക്രമിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് വരുന്നത് VD സതീശനും K. സുധാകരനും. എന്താണ് ഇതിന്റെ അർത്ഥം? ഞങ്ങൾ മൃദു ഹിന്ദുത്വം അല്ലെ തീവ്ര ഹിന്ദുത്വം തന്നെ ആകാനാണ് തീരുമാനമെന്ന് പഴയ കോൺഗ്രസ്സുകാർ മുഴുവൻ തീരുമാനിച്ചാൽ കോൺഗ്രസിന് എന്ത് സാധ്യതയാണുള്ളത്? ഇപ്പോഴത്തെ 5 സ്റ്റേറ്റുകളിലും കോൺഗ്രസ് സ്വന്തം BJP മേഖലകളിൽ സ്വന്തം ഉണ്ടായിരുന്നത് നഷ്ടപ്പെടുത്തുകയേ ചെയ്തിട്ടുള്ളൂ. ഒരു സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവിടുത്തെ ടോപ്പ് ലീഡേഴ്സ് രാഹുലും പ്രിയങ്കയും ഈ പ്രസംഗിച്ച് നടക്കുന്നു എന്നുള്ളതല്ലാതെ ആ ഐഡിയോളജിയെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അതിലെ ടോപ്പ് ലീഡേഴ്സ് തയ്യാറല്ല. മതേതര ശക്തികൾ നമുക്ക് വേണമെങ്കിൽ യോജിക്കാം, വിയോജിക്കാം. ഉവൈസിയും KCR-ഉം ഒക്കെ മുസ്ലിം വിരുദ്ധരോ ഏതെങ്കിലും മതവിരുദ്ധരോ ദേശീയ വിരുദ്ധരോ ഒന്നും അല്ലെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു മതേതര ശക്തിയെ തോൽപ്പിച്ചു എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ വലിയ കാര്യം. അവിടെ മതേതര മനസ്സാണുള്ളത്, അവിടെ അവർക്ക് കിട്ടി. മതേതര മനസ്സാ കർണാടകയിലുള്ളത്, അവർക്ക് കിട്ടി. തമിഴ്നാട് മതേതരമാണ്, അവർക്ക് പക്ഷെ നാളെ കോൺഗ്രസോ അല്ലെങ്കിൽ മതേതര ശക്തി ഉണ്ടായിരിക്കും. കേരളവും അങ്ങനെയാണ്. മതേതര മനസ്സുള്ളിടത്ത് ഇപ്പോഴും കോൺഗ്രസ് ശക്തമാണ്. മതേതര മനസ്സില്ലാത്തത് ശക്തമല്ല. അതിന് കാരണം മതേതര മനസ്സ് സൃഷ്ടിക്കാൻ കോൺഗ്രസ്സുകാർ അവിടെ ഒരു ശ്രമവും നടത്തുന്നില്ല. ഈ മതേതര മനസ്സ് ഇപ്പൊ ഉറങ്ങിക്കിടക്കും ഉത്തർപ്രദേശിൽ. നമുക്ക് ഒരിക്കലും മതേതര മനസ്സ് പോയി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഉറങ്ങിക്കിടക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റുന്നു? ഇപ്പൊ അങ്ങനെ ഒരു നേതാവ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് താങ്കളുടെ എന്ത് പ്രവർത്തികൾ ചെയ്താൽ എന്ത് ചെയ്യണം? ഒരു പ്രാക്ടിക്കൽ ഞാൻ ചോദിക്കാം. പ്രാക്ടിക്കലായിട്ട് എന്ത് കരിഷ്മയുള്ള നേതാക്കന്മാരുടെ ഒരു കനയ്യകുമാർ തീരമായി ഉയർന്നു വരുന്ന ചെറുപ്പക്കാരുടെ പ്രഭാഷണങ്ങളെ. പക്ഷെ കനയ്യകുമാറും രാഹുൽ ഗാന്ധിയും ഒക്കെ ഒരു ഐഡിയോളജിയെ പ്രേരിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രിയങ്കയുണ്ട്. നെഹ്റു കുടുംബം എന്തൊക്കെ പറഞ്ഞാലും അതിന് അതിൻ്റെതായ ഒരു മതേതര തനിമയുള്ള ഒരു കണ്ടന്റ് ഉള്ളടക്കമുള്ള ഒരു കുടുംബമാണ്. ആ കുടുംബത്തിന് ഒരുപാട് വർഗീയവാദികളാകാൻ കഴിയില്ല. മനസ്സിലായി. പക്ഷെ അവർക്ക് സ്വന്തം പാർട്ടിയുടെ ഉള്ളിലുള്ള ശക്തമായ സമ്മർദ്ദത്തെ പൂർണ്ണമായും മറികടന്ന് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ? ഒറ്റയ്ക്ക് പോയാൽ പിന്നെ എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഓടി ഒളിക്കുന്ന പോലെ രാഹുൽ ഇടയ്ക്കൊക്കെ ഓടി ഒളിക്കുന്ന പോലെ ഓടി ഒളിക്കാനേ കഴിയും. പക്ഷെ കോൺഗ്രസിന് മതേതരത്വത്തിന്റെ മൂല്യം മനസ്സിലാകാത്തിടത്തോളം കാലം ഈ രാജ്യത്തിന് മോക്ഷമില്ല. എന്ന് മാത്രമല്ല കോൺഗ്രസ് ഭിന്നിപ്പിക്കുകയും ചെയ്യണം മതേതര കക്ഷികളെ.
NDA സഖ്യം ഞങ്ങളെ നേതാവാക്കിയാൽ എന്നുള്ളത് അംഗീകരിക്കണം. ആര് നേതാവായാലും വേണ്ടില്ല, ആ സഖ്യം വരട്ടെ. എന്നിട്ട് കോൺഗ്രസ് ശക്തി ആർജിച്ചിട്ട് ഒന്നാം ശക്തിയാകുമ്പോൾ കോൺഗ്രസ് തന്നെ ആയിരിക്കുമല്ലോ. പക്ഷെ ഇന്ന് കോൺഗ്രസ് ഒന്നാം ശക്തിയാകാനുള്ള ത്രാണിയില്ലെങ്കിലും ഞങ്ങൾ തന്നെയാണ് വലുത് എന്നുള്ള അഹങ്കാരം നിർത്തണം കോൺഗ്രസ്. അതിനൊന്നും തയ്യാറാകാത്ത നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ദുർഗതിക്ക് മുഴുവൻ കാരണം. ഇന്ത്യയിലെ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആണ് ഇന്ത്യയുടെ ഈ ഫാസിസ്റ്റ് അധികാരത്തിന്, ന്യൂനപക്ഷത്തിന്റെ വോട്ട് മാത്രം കിട്ടിയ ഫാസിസ്റ്റ് അധികാരത്തിന് ഇന്ത്യയെ താരത്തിൽ വെച്ച് കൊടുത്തതിന്റെ പ്രധാന ഉത്തരവാദികൾ ഇന്ത്യയിലെ മതേതര കക്ഷികളാണ്. ശരിയാണല്ലോ, തർക്കമൊന്നുമില്ലല്ലോ. 37% ഉള്ളൂ, 63% ഇവര് പിളർത്തിയതുകൊണ്ടാണല്ലോ സംഭവിച്ചത്. അപ്പൊ അവിടെ ആണ് പ്രശ്നം. അസദുദ്ദീൻ ഉവൈസി വന്നപ്പോൾ വോട്ട് ഭിന്നിപ്പിക്കലുകാരൻ വന്നു എന്ന് പറഞ്ഞു കോൺഗ്രസ് തന്നെ ഒരുപാട് പ്രചരിപ്പിച്ചു. അതേ അസദുദ്ദീൻ ഉവൈസിയുടെയും അല്ല KCRന്റെയും തട്ടകത്തിൽ പോയിട്ട് മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുകയല്ല കോൺഗ്രസ് ചെയ്തത്. അപ്പൊ അധികാരം അവർക്ക് കിട്ടിയെന്നുള്ളത് ശരി. ഇനി അധികാരം അല്ല അത് എന്നാലും അവിടെ ഭിന്നിപ്പിക്കലല്ലേ. ഇവർക്ക് ഭിന്നിപ്പിക്കാം, അവർക്ക് ഭിന്നിപ്പിച്ചുകൂടാ എന്ന് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസിന് ഇവരാരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ പോലും കോൺഗ്രസിന് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ഇപ്പൊ ഇത്തവണ ഏതാണ്ട് എല്ലാവരും പിന്തുണ ഉണ്ടായിരുന്നല്ലോ കോൺഗ്രസിന്. അപ്പൊ കോൺഗ്രസും മതേതരത്വമല്ല പ്രസംഗിക്കുന്നത്. ഉത്തരേന്ത്യയിലേക്ക് പോയാൽ രാഹുലിന്റെയും പ്രിയങ്കയുടെയും കയ്യിൽ രാഖി കൊട്ടിക്കൊടുത്തും ചന്ദനക്കുറി നെറ്റിയിൽ വല്ലാതെ വാരി തൂത്തും ഒക്കെ ഒരു ഹിന്ദുത്വ പരിവേഷം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. എന്തിനിത്? ഹിന്ദുക്കൾക്ക് അത് ആവശ്യമുണ്ടോ? മതേതര ഹിന്ദുക്കൾക്ക് ആവശ്യമില്ല. മതേതര ഹിന്ദുക്കളാണ് ഭൂരിപക്ഷവും. പക്ഷെ മതേതര ഹിന്ദുക്കളുടെ വോട്ടിനെ മതേതര കക്ഷികൾ ഭിന്നിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതായത് ഒരു 100 ഇലക്ഷന് ഞാൻ തോറ്റാലും നിലപാടുകൾ മാറ്റം വരുത്താൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മളത് 1920-കളിൽ പറഞ്ഞാണ്. അത് നമ്മളിപ്പോൾ ഒരു ട്രാൻസ്പോർട്ട് ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ 2024 എന്ത് സംഭവിച്ചാലും ഞങ്ങളുടെ നിലപാട് താങ്കൾ പറഞ്ഞു തീവ്രമായ മതേതരത്വം തന്നെയാണ് ഞങ്ങളുടേത്. അത് മാത്രമല്ല ഇപ്പോൾ നൂഹ് പോലൊരു പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ കോൺഗ്രസ് അവിടെ ചെന്ന് അവരെ സഹായിക്കുക പ്രത്യക്ഷമായിട്ട്. അതിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയ സോഷ്യൽ മീഡിയ കൂടെ അല്ല. അല്ലെങ്കിൽ ഇപ്പോൾ കളമശ്ശേരിയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കളമശ്ശേരിയിൽ അതിനു മുമ്പ് പീഡിപ്പിക്കപ്പെട്ട മുസ്ലിം യുവക്കൾ അവിടെ പോയി നിൽക്കാൻ ധൈര്യം കാണിക്കുക. ഇങ്ങനെ ഉള്ള ഒരു ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള ഒരു മൂവ്മെൻറ്റ് ഇല്ലാതെ നമുക്കൊരു മതേതര ഓൾട്ടർനേറ്റീവ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിന് കാര്യം നമ്മളെന്ത് പറഞ്ഞാലും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിഷയങ്ങളിൽ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചില ഇടപെടലുകൾ അദ്ദേഹത്തിനെ കുറിച്ച് പലർക്കും പറയാനുണ്ടാവും. പക്ഷെ കളമശ്ശേരിയിലൊക്കെ സ്റ്റാൻഡ് DK ശ്രീകുമാർ കർണാടകയിൽ എടുത്ത ഒരു സ്റ്റാൻഡാണ് രാഹുലിനൊപ്പം നിന്നുകൊണ്ട് മതേതരത്വത്തിനെതിരെ നിലപാടെടുത്തുകൊണ്ടായ ഗുണം കണ്ടു. അതുപോലെ തന്നെ കളമശ്ശേരി സംഭവത്തിൽ അതിലൊരു ദുബൈയിൽ നിന്നുള്ള ഫോൺ കോള് ഇത് ഒറ്റയ്ക്ക് നടത്തുമോ അതെല്ലാം മുസ്ലിമീങ്ങളെ അറസ്റ്റ് ചെയ്ത് മുസ്ലിം ഒരു പ്രശ്നം സൃഷ്ടിച്ച പ്രശ്നമാണെന്ന് ഇയാൾ കുറ്റസമ്മതം നടത്തിയില്ലെങ്കിൽ മുസ്ലിം തലയിൽ ഇന്നും അതിന്റെ പാപഭാരം കിടന്നേനെ. ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് പോലും അത്തരത്തിൽ നീക്കം നടത്തി. അത് പിണറായി പറഞ്ഞിട്ടാണ് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പോലീസിലും ഒരു സ്വീപ്പ് സെൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പിണറായിയുടെ ശക്തമായ ഒരു ഇടപെടൽ, ഐ ആം ഹിയർ എന്നുള്ള നിലയിൽ ഇടപെടൽ കൊണ്ട് ആ സംഗതിയെ ദിശ മാറ്റിവിടാനെങ്കിലും കഴിയും. മനസ്സിലായില്ലേ? ദിശ തിരിച്ചുവിട്ട് മറുദിശയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനെ അവിടെ ബ്രേക്ക് ചെയ്യാനെങ്കിലും. അതുപോലെ ആ പത്രസമ്മേളനം വളരെ ശക്തമായ പത്രസമ്മേളനം. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു ഇതിന്റെ പേരിൽ ഇനിയും പാലസ്തീനു വേണ്ടി ഇവിടെ ആർക്കും എന്ത് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അതിന് കുഴപ്പമില്ല. അതൊരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. പലസ്തീന്റെ കാര്യത്തിലേക്ക് പോലെ കെട്ടിവെക്കുക ഹമാസിന്റെ പേരിലാണെന്ന് സത്യത്തിൽ അതായിരുന്നു. ഹമാസിന്റെ പേരിലല്ലായിരുന്നു അയാൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. പക്ഷെ അതിനെ അങ്ങനെയെല്ലാം പറയാൻ കഴിയുന്ന ഒരന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് ആ മുഖ്യമന്ത്രിയുടെ ഒറ്റ ഇടപെടൽ കൊണ്ടാണ് അത് സംഭവിച്ചത്. പക്ഷെ ആ ഇടപെടലിന്റെ തുടർച്ച മുഖ്യമന്ത്രി നിലനിർത്തണം. കാരണം ഹെയ്റ്റ് സ്പീക്കേഴ്സ് അങ്ങനെ പ്രചരിപ്പിച്ച മുഴുവൻ ആളുകളെയും തെളിവില്ലാതെ പ്രസംഗിച്ച കാരണത്താൽ അവന് നടപടി എടുക്കണം. അവൻ നിയമ നടപടിക്ക് വിധേയമായാൽ അത് അവസാനിക്കും. പക്ഷെ അത്രയും ആകുന്നില്ല നമ്മുടെ മുഖ്യമന്ത്രി അടക്കം. അദ്ദേഹത്തിലാണ് ഇപ്പൊ നമുക്ക് വലിയ പ്രതീക്ഷയുള്ളത്. അദ്ദേഹം പലപ്പോഴും നടത്തിയ ചില ഇടപെടലുകൾ വിരുദ്ധമായ ദിശയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്ന നേരെ ചൂവൻ ആക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ പോരാ. അത് ചീഫ് ഇമാം ആയാലും ബിഷപ്പായാലും സന്യാസി ആയാലും ആരായാലും ഹേറ്റ് സ്പീച്ച് നടത്തുന്നതിന് അപ്പം അറസ്റ്റ് ചെയ്താൽ അകത്താക്കണം. ഒരു നിയമ നടപടിക്കും. പിന്നെ അവിടെ കോടതികളുടെ പ്രശ്നമുണ്ട്. എല്ലാം കഴിയുമ്പോഴും കോടതികളും ആ നീക്കത്തെ സഹായിക്കുന്നില്ല. പക്ഷെ ഷാജൻസ്കറിയ വിഷയത്തിൽ നമ്മൾ കണ്ടു എന്നുള്ളത് നമുക്കറിയാം. എങ്കിൽ പോലും ഗവൺമെന്റ് അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് കാട്ടിയാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് ഒരു വശം. പിന്നെ ഈ അപകടകാരികൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഈ വെറുപ്പിന്റെ സംസ്കാരം മനുഷ്യ മനസാക്ഷികളെ ഈ എത്ര കാലം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പറയുക സാധ്യമല്ല. എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഇത്രമാത്രം കാടുകളൊക്കെ പ്രചരണം നടത്തിയിട്ടും ഇലക്ഷനിലെ റിസൾട്ടുകൾ വോട്ടിംഗ് മെഷീനാണ് യഥാർത്ഥത്തിൽ അട്ടിമറിക്കുന്നതെന്ന് പറയുന്നതൊക്കെ ചേർത്ത് വെക്കുമ്പോഴും
വോട്ട് ചെയ്ത 100 പേരിൽ 37 പേരെ അവർക്ക് വോട്ട് ചെയ്തിട്ടുള്ളൂ എന്നിരിക്കെ ഏതായാലും ഇന്ത്യയുടെ 80% മനുഷ്യരും പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഹിന്ദുക്കളുടെ എന്നാൽ അവർ പ്രത്യേകം പ്രിയപ്പെട്ടെന്ന് പറയേണ്ടി വരുന്നത് അവരെങ്ങാനും തിരിഞ്ഞാൽ ഈ കളി മാറും, അവസ്ഥ മാറും. മനസ്സ് 80% മതേതര മനസ്സാണ്. അനുകൂലമായ ഒരു സാഹചര്യവും അനുകൂലമായ ഒരു ലീഡർഷിപ്പും ഒരു കരിഷ്മയുള്ള ഒരു ലീഡർഷിപ്പും എന്ന് രാജ്യത്ത് ഉയർന്നു വരുന്നുവോ, അത് കോൺഗ്രസിന്റെ അതിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് മാറി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതിന് മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഈ കമൽനാഥന്മാരും അശോക് ഗെഹ്ലോട്ടുമാരും പോലുള്ള കുറെ ഈ കോൺഗ്രസിനെ ഇത്രയും ദുരന്തത്തിൽപ്പെടുത്തിയ നശിപ്പിച്ച് അവസാനം കോൺഗ്രസ് ഇല്ലാതാകുമ്പോൾ ഞങ്ങൾക്ക് BJP-യിലേക്ക് എന്നതാണ് അവരുടെ അജണ്ട. അങ്ങനെ പ്രവർത്തിക്കുന്ന കുറെ കോൺഗ്രസ് ലീഡേഴ്സും വഴി മാറുന്ന ഒരു കാലത്ത് ഇതിന് മാറ്റം വരുമെന്ന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം രാഹുലിന്റെ ഐഡിയോളജിയെ പുതിയ തലമുറ കുറെ കൂടി അംഗീകരിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. എന്ന് മാത്രമല്ല ഇന്ത്യയുടെ ഹിന്ദു മനസ്സ് തികച്ചും മതേതരമാണ്. ഞാൻ പറഞ്ഞല്ലോ 63% അവള് രണ്ടാമത്തെ പ്രാവശ്യം വോട്ട് ചെയ്തിട്ടുള്ളൂ. അത് വോട്ടിംഗ് മെഷീന്റെ പ്രശ്നങ്ങളടക്കം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ രാഷ്ട്രീയ കാരണങ്ങളും അതിനുണ്ടാകും. എന്നിരിക്കെ 80% ഹിന്ദുക്കളും മതേതരരാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് ഇപ്പോഴും ന്യായമുണ്ട്. അത് വലിയ പ്രതീക്ഷയാണ് നമ്മുടെ രാജ്യത്തിന് നൽകുന്നത്. അതുകൊണ്ട് ഭാവി ശോഭനമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാമെന്ന് നന്ദി കരുതുകയാണ്. താങ്ക് യു വെരി മച്ച്.